മനുഷ്യനാകുമ്പോ ഒരു പ്രണയമൊക്കെ വേണ്ടടാ. അപ്പോഴല്ലേ ജീവിതം ഒരു സന്തോഷമാവുള്ളൂ. പറഞ്ഞു മോളെ. മച്ചു, ഈ വയസ്സിൽ കാമുകിയെ നമുക്ക് രക്ഷിക്കാൻ പറ്റുന്നില്ല. പിന്നെങ്ങനെ നമ്മൾ നാട് രക്ഷിക്കുക? നീ വേഗം പോട മച്ചു. തങ്കം, എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത പേരാണത്. തങ്കം, എനിക്ക് മാത്രമായി ജനിച്ചവൾ. കുറെ കാലമായി മഴ പെയ്യാത്തതുകൊണ്ട് എന്റെ ഗ്രാമം തന്നെ മരുഭൂമിയായി മാറി. പക്ഷെ എന്റെ മനസ്സ് മുഴുവൻ കാർമേഘമായി. എന്റെ മനസ്സ് അവൾക്കായി കാത്തിരുന്നു. 1 വർഷത്തിനു ശേഷം ഞാൻ ലീവിൽ നാട്ടിലേക്ക് വന്നു. എടാ മച്ചു, വാളയാ, അതാണ് നമ്മള്. നീ പറഞ്ഞ സമയത്തിന് എത്തിയില്ലേ? ഒന്ന് പോടാ, ട്രെയിൻ പോയിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞു. എന്താടാ മച്ചു, ബാഗ് കാനൂലല്ലോ, ബോട്ടിലൊന്നും ഇല്ലേ? എടാ, വന്ന എന്നോട് ആദ്യം സുഖമാണോ ചോദിക്ക്. അവന്റെ ഒരു ക്വാർട്ടർ വണ്ടി എടാ. ആ, ആളെ കാണുമ്പോ അറിയുന്നുണ്ട്, ഒന്ന് തടിച്ചു കൊഴുത്തിട്ടുണ്ട്. എടാ,
എന്താടാ ഇത്, വീടൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. നമ്മുടെ ഗ്രാമം തന്നെ മാറിപ്പോയടാ. എന്ത് പറയാനടാ, കട്ട സ്വർണങ്ങളൊക്കെ വീടായിരിക്കുക. എന്നാണാവോ എല്ലാവരും കമ്പി എണ്ണാൻ പോകുന്നത്. എന്താടാ വല്ലാത്തൊരു ശബ്ദം? അത് വേറൊന്നല്ല, അതാ വയസ്സന്റെ പണിയാ. ഇന്നിവിടെ നടക്കുന്ന മത്സരം വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ വളരെ വാശിയോടെ വന്ന മത്സരാർത്ഥികളെല്ലാം മൂക്കിൽ രക്തം ഒലിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോഴിതാ നമ്മുടെ സ്വന്തം സോമൻ മത്സരിക്കാൻ പോവുകയാണ്. സോമന്റെ സെൽഫ് എടുക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. മൂക്കിൽ രക്തം വരാതിരുന്നാൽ സന്തോഷം. യവനമാരെയൊക്കെ എന്തിനു കൊള്ളാം? പെമ്പിള്ളേരുടെ പുറകെ ചുമ്മാ നടന്ന് പല്ലളിക്കാനേ പറ്റത്തുള്ളൂ. ഒരു കഴിവില്ലാത്തവന്മാരാ ഒക്കെ, ചത്ത ശവങ്ങള്. വാടാ മക്കളെ, എന്താ സുഖമാണോ? ഇപ്പോഴാണോ വരുന്നത്? അതൊക്കെ ഞാൻ പിന്നെ പറയാം. തന്റെ ഈ പണി നിർത്താറായില്ലേ? എടാ അത് നിനക്കറിയില്ല, ഇവരുടെ പ്രധാന ജോലി ഇത് തന്നെ. ഞാനെന്താ ഈ നാട്ടുകാരെ പോലെ കളവും കാണിച്ച് നടക്കുവാണോ? ശക്തി ഉണ്ടെങ്കിൽ മുട്ടി കാണിക്കാൻ പറയടാ. നമ്മൾ കരുതിയ പോലെ തന്നെ സോമന്റെ സെൽഫി ഫ്യൂസ് പോയി. എന്താണോ നല്ലവനെ, എഴുന്നേക്കാൻ പറ്റില്ലേ? ഇവനോ? കല്യാണം കഴിഞ്ഞ 5 വർഷത്തിൽ 6 കുട്ടികളുണ്ടാക്കി. ഇവനാണോ നല്ലവെന്ന് പറയുന്നത്? എന്തേ, നീയും ചെറുപ്പക്കാരനല്ലടാ, മുട്ടി ഒന്ന് എഴുന്നേറ്റ് കാണിക്കടാ. നിങ്ങൾ കണ്ടോ, എനിക്ക് പറയാൻ എന്റെ മച്ചു വന്നിട്ടുണ്ട്. നിനക്ക് വേറെ പണിയില്ല, ഒന്ന് ചുമ്മാ ഇരിക്കടാ. എന്താ പട്ടാളം പേടിക്കുന്നല്ലോ? എനിക്ക് പേടിയെന്നോ? പിന്നെന്താ ഇതിന് പേര്? എന്നാ ഇറങ്ങി കാണിക്കേ. നീ ഈ കളിയിൽ ജയിച്ചാലേ ഈ കാണുന്ന മുഴുവൻ നനക്കാടാ. ആഹാ, മിലിറ്ററി ആണല്ലോ കളത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. നോക്കാം എവിടെ വരെ പോകും. എടാ മോനെ, ശ്രദ്ധിക്കണേ, മൂക്ക് പൊട്ടി ചോര വരും. പോണ പോക്ക് കണ്ട ജയിക്കും തോന്നുന്നല്ലോ. എടാ, വലിയ കൊമ്പന്മാരൊക്കെ മണ്ണും നിന്നിരിക്കുക. ഇനി ഇവനാണ് ജയിക്കാൻ പോകുന്നത്. എടോ കിഴവോ, നിങ്ങളുടെ അണ്ടർവെയർ ഇങ്ങനെ അയച്ചതാ, ഞങ്ങളൊന്ന് കേറി കെട്ടാൻ പറ്റുമോ നോക്കട്ടെ. ഓണം പോലെ എന്റെ പൊക്കിൾക്കൊടിയിലടെ കെട്ടിരിക്കുന്ന എന്റെ ശുംഭ. എന്തായാലും പട്ടാളം പട്ടാളം ജയിച്ചു കളഞ്ഞല്ലോ. അതാണ് പട്ടാളം. ഇതുകൊണ്ടാണ് പൂജ അറിയാതെ പൂജാരിയാവാൻ പാടില്ല എന്ന് പറയുന്നത്. നശിച്ചു പോകുന്നവൻ, ഗുണം പിടിക്കാത്തവൻ, തെമ്മാടി ചെറുക്കൻ. ആ നശിച്ചവന്റെ കൂടെ ചേരരുതെന്ന് പറഞ്ഞാ കേട്ടാലല്ലേ? മച്ചു, കിഴവി എന്നെയാ ചീത്ത പറയുന്നേ. ഒന്ന് ചുമ്മാ ഇരിക്കെ. നാട്ടിലേക്ക് വന്നാ നേരെ വീട്ടിലേക്ക് വരാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അലിഞ്ഞു നടക്കുക. നാട്ടുകാരുടെ വന്ന്, വീട്ടുകാരുടെ വന്ന്, ബന്ധുക്കളുടെ വന്ന്, തുപ്പടാ. കേറി പോവാത്ത എല്ലാവർക്കും എന്റെ പേരക്കുട്ടിയുടെ മേത്താ കണ്ണ്. ആ കേറി വരുന്നുണ്ടല്ലോ ആ തേണ്ടി ചെറുക്കൻ. പൊന്നു കിഴവി, ചുമ്മാ പൊലമ്പിക്കൊണ്ടിരിക്കാതെ. ദാ കണ്ടില്ലേ, ചേട്ടൻ വന്നതുകൊണ്ട് നാടൻ കോഴി ഇറച്ചി കൊണ്ടുവന്നിരിക്കുക. എടാ മരമണ്ട, നിനക്ക് വല്ല വിവരം ഉണ്ടോടാ? 1 വർഷം കഴിഞ്ഞ എന്റെ ചെറുമകൻ വന്നിരിക്കുന്നേ. വന്ന അന്ന് തന്നെ അതൊക്കെ കഴിക്കോടാ. മര്യാദയ്ക്ക് കൊണ്ടുവയ്ക്കോ, അല്ലെങ്കിൽ നിന്റെ മുട്ടുകാല് തല്ലി ഒടിക്കും ഞാൻ. കേറി വന്നു. നീ എവിടുന്ന് വരുന്നവനാടാ? നിനക്ക് വല്ല ബുദ്ധിയുണ്ടോ? പോത്തുപോലെ വളർന്നു എന്നല്ലാതെ. എടാ കുമാരാ, നമ്മുടെ അമ്പലത്തിലെ കോഴി ആരോ പിടിച്ചോണ്ട് പോയെന്ന്. ആരാണെന്നറിയില്ല, ഏതോ ഒരു കള്ള തെമ്മാടിയാണെന്ന് തോന്നുന്നു. അവനെ എങ്ങാനും എന്റെ കൈ കിട്ടിയാലുണ്ടല്ലോ, അവനെ ഞാൻ കൊന്നു കളയും. അമ്പലത്തിൽ നേർന്നിട്ട കോഴി എന്നെ കൊണ്ട് തന്നെ കൊല്ലിച്ചല്ലോടാ. മൊത്തം ശാപം എനിക്ക് കിട്ടാനാ? നീ അത് വിട്ടേക്കടാ, കൊന്ന പാവം തിന്നാ തീരുന്നല്ലേ. എടാ, അവന്റെ കൂടെ ഒന്നും ചേരരുതടാ. അവന്റെ കയ്യിൽ എല്ലാ കള്ളത്തരവും ഉണ്ടെന്ന്. എപ്പ നോക്കിയാലും മൂക്കറ്റം കുടിച്ചിട്ട് തമ്മിത്തല്ലും വഴക്കും വെക്കാണോ തന്നെ. അവന്റെ കൂടെ നീ എന്തിനാ ചേരുന്നത്? അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്റെ മുത്തശ്ശി. നിനക്കൊന്നും അറിയില്ല, ഞാൻ പറയുന്ന അനുസരിച്ചാ മതി. എന്താ കഴിവി, പേരക്കുട്ടിയുടെ ചെവിടിൽ എന്തോ പറഞ്ഞെന്ന് തോന്നുന്നു. എന്താ കാര്യം? നിന്നെപ്പറ്റി ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞതാ. കൂട്ടം കട്ടവൻ ഒളിച്ചു നിന്ന് കേൾക്കുന്നു. കുഴിയിലേക്ക് കാലുനിട്ടുന്ന സമയമായിട്ടും കിഴവിക്ക് ദേഷ്യത്തിനൊരു കുറവില്ല. എടാ, നമുക്കൊന്ന് പോയി തൊഴുതിട്ട് വരാം, വാടാ. മുത്തശ്ശി, ഈശ്വരന്മാരും ഞാനും തമ്മിൽ ഒരിക്കലും ചേരില്ല. മുത്തശ്ശി പോയിട്ട് വാ. നീ ഒന്നും അറിയാതെ അങ്ങനെയൊന്നും പറയരുതടാ. നിന്റെ കല്യാണത്തിനെ പറ്റി നോക്കാനല്ലേടാ, വാടാ. എന്റെ കല്യാണം ഇരിക്കട്ടെ, ആദ്യം ഗണപതി ഭഗവാന് പൂവിട്ട് നോക്ക്. അത് കഴിഞ്ഞിട്ട് എനിക്ക് നോക്കാം. നീ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കെ, നിനക്ക് എവിടുന്ന് എന്ത് പെണ്ണെ കിട്ടാനാണോ എന്തോ.
എടാ ഉം? വരുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നീ തന്നെ ഇങ്ങോട്ട് വന്നില്ലേ? ഈശ്വരൻ എത്ര ശക്തിയുണ്ടെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായി കാണുമല്ലോ. ആ അതെ അതെ അതെ, വളരെ ശക്തി തന്നെയാ. എടി മോളെ, ഇങ്ങോട്ടൊന്ന് വന്നേ. ഈശ്വരനെ നല്ലോണം പ്രാർത്ഥിച്ചിട്ട് ഇതിന്നൊരു പൂ എടുക്കും മോളെ. ഈശ്വരാ ഭഗവാനെ രക്ഷിക്കണേ. ഞാൻ വിചാരിച്ചതുപോലെ നീ എടുത്തു. നീ നന്നായി വരണം മോളെ. ഇങ്ങനെ എത്ര ദിവസമാന്ന് വെച്ചാ നിന്റെ ചേട്ടൻ പ്ലാസ്റ്റിക് വിറ്റ് നടക്കുക? നിങ്ങക്ക് വേണമെങ്കിൽ കൂട്ടിക്കൊണ്ട് പോയിരുന്നില്ലേ? ഞാൻ പറഞ്ഞ അവൻ എവിടുന്ന് കേൾക്കാനാ? മച്ചു, അത് പിന്നെ അമ്പലം പ്രസാദം പ്രാർത്ഥിച്ചിട്ട് പ്രസാദം അതാണ്. പ്രസാദം കഴിക്കുന്ന ഒരു മോന്ത ബാടാ ഇങ്ങോട്ട്. എവിടെയാടി പോയത്? വന്നപ്പോ മുതൽ ആളെ കണ്ടില്ല. അളി ആ പോകുന്ന പെണ്ണാരാടാ? അതാണ്, അത് നമ്മുടെ മാടസ്വാമിയുടെ അനിയത്തിയാ. ഞാൻ ചോദിച്ചത് അവളെയല്ല, കൂടെ പോകുന്നവളെയാ. ഓ അതോ, ഇൻസ്പെക്ടറിന്റെ അനിയത്തി. ഓ അപ്പൊ നിന്റെ ചേട്ടന്റെ പെങ്ങളാണെന്ന് പറയടാ. ആ തെണ്ടി എന്റെ ചേട്ടനൊന്നും അല്ല. അവൻ എപ്പോഴും എന്റെ എതിരാളി തന്നെയാ. നിനക്കൊക്കെ എന്തിന്റെ അസുഖാടാ? കഷ്ടപ്പെട്ട് സമ്പാദിക്കാൻ അറിയില്ലേ? ഇനി എത്ര കാലം മറ്റുള്ളവരുടെ വയറ്റിലടിച്ച് നിങ്ങൾ ജീവിക്കും? ഒന്നും സംഭവിക്കാത്തതുപോലെ നിങ്ങളൊക്കെ പോയി മോഷ്ടിച്ചിട്ട് തിരിച്ചു വരും. പുറത്തെങ്ങും പോയി ഗ്രാമത്തിന്റെ പേര് പറയാൻ പറ്റുന്നില്ല. നാണക്കേടാ. ഈ ഗ്രാമത്തിലുള്ള ആളാണെന്ന് നാണം കെടുത്തു തന്നെ. നിങ്ങൾ സമ്പാദിക്കാൻ എവിടെ വേണമെങ്കിലും വെക്കോ, അത് ഞാൻ അറിയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ മോഷ്ടിച്ചിട്ടാ വന്നെന്ന് ഞാൻ അറിഞ്ഞെന്ന് വെച്ചോ, ജീവനോടെ കുഴിച്ചു മൂടും ഞാൻ. കരയല്ലേ പെങ്ങളെ, നീ വെള്ളയപ്പന്റെ ഭാര്യയല്ലേ, ഒന്നും പേടിക്കണ്ട. വെള്ളതരം നമ്മുടെ പയ്യനാ. പറയേണ്ടതുപോലെ പറഞ്ഞിട്ട് ഞാൻ വിളിച്ചോണ്ട് വരാം. ഞാൻ എന്ത് പറഞ്ഞാൽ അവൻ കേൾക്കും. കേട്ടല്ലോ? ആ ശരി, ഓരോരുത്തർ 5 രൂപ റെഡിയാക്കിക്കോ. ബാക്കിയുള്ളതൊക്കെ നേതാവ് നോക്കിക്കോളും. എന്താ നീ വിഷമിക്കണ്ട. ആരും ദേഷ്യപ്പെടരുത് കേട്ടോ, ഒക്കെ ചേട്ടൻ നോക്കിക്കോളും. ഡാ വേഗം വന്നേ. ദേ വന്നു.
എന്റെ അമ്മച്ചി. ഒന്നിച്ച് പഠിച്ചത് പോലെ ഓർക്കാതെ ഇങ്ങനെയാണോ അടിക്കുന്നത്? എടാ ബലരാമ, നീയൊക്കെ പോയാടാ. ഒന്നിച്ചു പഠിച്ചോണ്ടാ നിന്നെ ഞാൻ വെറുതെ വിടുന്നത്. ഇതെന്താ പോലീസ് സ്റ്റേഷനാണോ അതോ പാർട്ടി ഓഫീസാണോ? രാഷ്ട്രീയക്കാരോ അതോ അച്ഛനോ അമ്മയോ സ്വന്തം ബന്ധമോ എന്തെങ്കിലും പറഞ്ഞോണ്ട് ഈ പോലീസ് സ്റ്റേഷന്റെ പരിസരത്ത് ആരെങ്കിലും വന്നാലുണ്ടല്ലോ, കൊന്ന് ഞാൻ കുഴിച്ചു മൂടും പറഞ്ഞേക്കാം. എന്താടി ഇത്രയും നേരമായിട്ട് ഇതൊരു ബസ് വരുന്നില്ല? ഈ ബസ് എന്നാ സമയത്തിന് വന്നിരിക്കുന്നേ? എന്താ എന്റെ അളിയ, രാവിലെ മുതൽ നോക്കുക അവളെ. എന്റെ പെങ്ങളൊരു ലുക്ക് പോലും ഇടുന്നില്ലല്ലോ. അതെ, അത് അങ്ങനെയാണല്ലോ. ഓടുന്നത് നമ്മുടെ രക്തമാണല്ലോ. അവൾ എങ്ങനെ ഇത് കേട്ടല്ലേ എന്നെ കൊല്ലും. ഇപ്പൊ ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം. എടേ ഉഷേ, എന്താടി സ്കൂളിലേക്കാണോ പോകുന്നത്? ആ, മാട് മേയ്ക്കാൻ പോവാ. ഞാനും വന്നോട്ടെ? ഞങ്ങള് പന്നികളെ മേയ്ക്കാറില്ല. എടാ മച്ചു, ഇതിലും ഭേദം നീ പാകിസ്ഥാന്റെ വെടികൊണ്ട് മരിക്കുന്നതാ. ആരടാ ഇവൻ നടുറോട്ടി ഒന്ന് വണ്ടി പാർക്ക് ചെയ്യുന്ന? എന്തരപ്പി കണ്ണുകളൊന്നും കണ്ടൂടെ? സ്കൂൾ കുട്ടികളെല്ലാം അവിടെ നിൽക്കുക. നീ എന്താ വണ്ടി നിർത്താതെ പൊയ്ക്കൊണ്ടിരിക്കുന്നേ? ഇതിന്റെ പിറകില് ആന വണ്ടി വരുന്നുണ്ട്, അതിന് കയറി പോയാ മതി. ഓഹോ, കണ്ണാടിയൊക്കെ പൊട്ടിച്ച് കുറെ കാലമായല്ലേ, അതാണ് നിന്റെയൊക്കെ പ്രശ്നം. എന്റെ പൊന്നപ്പേ, ഇതുപോലത്തെ വിരട്ടിലൊന്നും നമ്മൾ മേടിക്കില്ല. മര്യാദക്ക് വണ്ടി എടുത്ത് മാറ്റിടാ, അല്ലെങ്കിൽ ഞാൻ കയറ്റി ഇറക്കും പറഞ്ഞേക്കാം. അല്ലേ ഇനി എങ്ങനെ നീ വണ്ടി നിർത്താതെ പോയാ അടിച്ചതിന്റെ പല്ലി ഞാൻ കൊഴിക്കും. തങ്കോ, ചേട്ടാ, മോളെ തങ്കം. ദാ വരുന്നു ചേട്ടാ. ഇന്നാ മോളെ പ്രിയ ഉറങ്ങിയോ? ഉറങ്ങി ചേട്ടാ. ആ ശരി. ഞാനും നിങ്ങളോട് തേൻ വാങ്ങിച്ചോണ്ട് വാന്ന് 1 മാസമായിട്ട് പറയുന്നു. എപ്പോഴാ വാങ്ങിച്ചോണ്ട് വരുന്നതെന്ന് കാണട്ടെ. എടി മനഃപൂർവ്വം അല്ലടി, മറന്നുപോയതാ. മറക്കും. നിങ്ങളുടെ പെങ്ങക്ക് മാത്രം എല്ലാം ചെയ്യണം. നമുക്ക് കാണാലോ നാളെ ഒരുത്തനെ പിടിച്ച് ഏൽപ്പിച്ചു കഴിയുമ്പോ എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നതെന്ന്. ചേട്ടത്തി, ദാ. എനിക്കിത് വേണ്ട. ഇത് പാലുകൊണ്ടുണ്ടാക്കിയതല്ലേ. എനിക്കിത് ശരിയാവുകയല്ല. നീ തന്നെ കുടിച്ചോ. നാളെ തേൻ വാങ്ങിച്ചോണ്ട് വരാം, നീ ആദ്യം കുടിക്കേ. ചേട്ടത്തി, ആരോ ഒരുത്തന്റെ കൈ പിടിച്ചതിന് ശേഷം എന്റെ ചേട്ടനെ മറക്കൊന്നു കരുതരുത്. എന്റെ ചേട്ടനെ പിരിയണമെങ്കിൽ അന്ന് എന്റെ മരണമായിരിക്കും. എന്താടാ ഇത്, വെറുതെ ഇളനീര് കുടിച്ചിട്ട്? അതിൽ നീ വേറെണ്ണം ചേർത്ത് കുടിക്കുന്നില്ലേ? ഇല്ല അളിയ, എനിക്ക് ആ സാധനം സെറ്റ് ആവത്തില്ല. എടാ മച്ചു, ഒന്ന് മനസ്സിലാക്കിക്കോ. നീ നല്ല ആളായാലും ശരി, ചീത്ത ആളായാലും ശരി, അവസാനം എല്ലാവരും മണ്ണിൽ തന്നെയാ. അവന്റെ കാര്യം കളയടാ. ഇവിടെ ഒരുത്തനെ കണ്ടില്ലേ? ഒഴിച്ച സാധനം അങ്ങനെയുണ്ട്. അമ്പിളി അമ്മ അവനെ കണ്ട് ചിരിച്ചോണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസമായിട്ട് ഇവനൊരു കിറുക്കനെ പോലെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രേതവും പിശാചും ഒക്കെ കാട്ടിൽ വെച്ച് പേടിപ്പിക്കുന്നു കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവന് അമ്പലത്തിൽ വെച്ച് പേടിപ്പിച്ചത്ര. എന്താണ് നീ പറയുന്നേ മച്ചു? എന്താണ് നീ നോക്കിക്കൊണ്ടിരിക്കുന്നേ? എടുത്തടിക്കടാ.
എടാ മച്ചു, നീ എവിടെ നോക്കിയാടാ ഓടിക്കുന്നേ? റോഡിലേക്ക് നോക്കി ഓടിക്കേ. അങ്ങോട്ടൊന്നും നോക്കളിയാ, അവൾ എന്റെ ഒപ്പം വരുന്നുണ്ടടാ. ആര്? അവിടെ ആരും ഇല്ലല്ലോ. എടാ അങ്ങോട്ടൊന്നും നോക്ക്. അവിടെ ആരാടാ ഉള്ളത്? നിലാവാണല്ലോ അവിടെ ഉള്ളത്. നിലാവിന്റെ അകത്ത് നോക്കടാ. അല്ല, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഞാൻ ഉറക്കെ സംസാരിച്ചാലേ അവൾ ഇവിടെ നിന്ന് പോവളിയാ. എടാ, നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? ഇവിടുന്ന് സംസാരിച്ച അവിടെ എങ്ങനെയാ കേക്ക? നിനക്കെന്താ വട്ടുണ്ടോ? ഉറക്കെ സംസാരിക്കരുതെന്ന് പറഞ്ഞാലേ. ഇപ്പൊ നോക്ക്, അവള് പോയി. അവിടെ മുതൽ അവൾ എന്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു, അറിയോ നിനക്ക്? എടാ, എവിടേക്ക് പോയാലും അത് കൂടെ വരുന്ന പോലെ തന്നെ ഉണ്ടാവടാ. ഒന്നും മിണ്ടായിരിക്കടേ. മച്ചു, സൂക്ഷിച്ചോ നീ. ചെറിയ പയ്യനാ, വീട്ടിലേക്ക് സൂക്ഷിച്ചു വന്നോട്ടോ. ആരാത്? എന്താ അവിടെ എത്തി നോക്കിക്കൊണ്ടിരിക്കുന്നേ? എന്തുവാടെ അവൻ അവിടെ ചെയ്യുന്നത്? നിങ്ങളൊക്കെ എന്നാത്തിനാടെ അതിങ്ങനെ നോക്കി നിൽക്കുന്നത്? അത് കാണാത്ത പോലെ എല്ലാവരും നോക്കി നിൽക്ക. നേതാവ് ജയിക്കട്ടെ! ജയിക്കട്ടെ! മാണ്ടന്മാര് ഇമാരെ വെച്ച് പാർട്ടി ഞാൻ എങ്ങനെ വളർത്താനാ? എന്തോന്നാ കോഴിയെ പിടിച്ചോണ്ട് എവിടേക്ക് പോവാ? നാട്ടിൽ നിന്ന് നിങ്ങളുടെ അനിയൻ വന്നിട്ടില്ലേ? അതിനു വേണ്ടിയാ. നേതാവേ, അനിയൻ വന്നു അല്ലേ? അവൻ വന്നാ നിനക്കെന്തേലും ബുദ്ധിമുട്ടുണ്ടോടാ? എവിടെ പോയി അവള്? അനിയന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായല്ലോ. നേതാവേ, നേതാവേ, അങ്ങോട്ടൊന്ന് നോക്കിക്കേ. ഒരെണ്ണം തന്നോണ്ടല്ലോ. ഒരു ഗർഭിണിയാന്നോടാ നോക്കാൻ പറയുന്നത്? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അതൊരു ഗർഭിണിയല്ലേ? അവിടെ പോയി നേതാവ് അവർക്ക് പൈപ്പിൽ വെള്ളം അടിച്ചു കൊടുത്താലേ അവരുടെ ഒരു വോട്ട് നേതാവിന് കിട്ടൂലേ? അതെ നേതാവേ. ഇപ്പൊ എന്താണ് ഞാൻ ചെയ്യുന്നത്? അവിടെ പോയി അവരെ സഹായിക്കണം, അത്രയല്ലേ ഉള്ളൂ. അത് തന്നെ ഞാൻ നോക്കിക്കോ, പറഞ്ഞത്. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്. നമസ്കാരം. എന്ത് പറ്റി? നിങ്ങൾ നല്ലതുപോലെ ബുദ്ധിമുട്ടുന്നുണ്ടല്ലോ, കാര്യം എന്താ? എന്ത് പറയാനാ, ഉം? ഇരുന്നാ എഴുന്നേക്കാൻ പറ്റുന്നില്ല, എഴുന്നേറ്റാ ഇരിക്കാൻ പറ്റുന്നില്ല. ഈ സമയത്തൊക്കെ ഇങ്ങനൊക്കെ കാണും. അങ്ങോട്ട് മാറും, ഞാൻ സഹായിക്കാം. ഇരുന്നാ എഴുന്നേക്കാൻ പറ്റുന്നില്ല, എഴുന്നേറ്റാ ഇരിക്കാൻ പറ്റുന്നില്ല, അപ്പൊ വെറുതെ അങ്ങ് കിടന്നേക്കുന്നേ. ആ, കിടന്ന എന്റെ ഭർത്താവിന്റെ ശല്യം സഹിക്കാൻ പറ്റുന്നില്ല. ഓ, നിന്റെ ഭർത്താവ് അങ്ങനെയുള്ള ആളാണ്. അതെ, അത് വിട്. നിന്റെ ഭർത്താവിന്റെ ജോലി എന്താ? വീട്ടിലുള്ള ജോലികളൊക്കെ ചെയ്യും. വീട്ടിലുള്ള ജോലിയോ? അതെന്തോ ജോലിയാ? പായ് വിരിക്കും, തലേണയിടും. ബെഡ്ഷീറ്റ് ഇടുന്നു, പിന്നീട് അത് മടക്കി കൊണ്ടുപോയി വെക്കുന്നു. ആ ജോലിയല്ലേ? അതെ, നല്ല ജോലിയാ. അതെ അതെ. അത് ശരി. പിള്ളേർ എത്ര ഉണ്ട്? അതെന്ത് പറയാനാ, ആശയ്ക്ക് 5 ആൺപിള്ളാര്, സ്നേഹത്തിന് 10 പെൺപിള്ളാര്. ഇപ്പൊ ശല്യമായിട്ട് ഇതും കൂടെ. ആ, അങ്ങനെയാണോ? ആ, അത് ശരി. ഈ ഓട്ടോയുടെ പുറയിലൊക്കെ നമ്മള് 2 നമുക്കൊന്നു മതി എന്നുള്ളത് നിങ്ങൾ ആരും വായിച്ചിട്ടില്ലേ ഈ കാര്യം? അതെങ്ങനാ? വൈൻ ഷോപ്പിലും ബോട്ടിലും ഒക്കെ എഴുതിയിട്ടുണ്ട്. എന്തോന്ന്? കുടി നാടിനെ നശിപ്പിക്കും, വീട് നശിപ്പിക്കും എന്നൊക്കെ. എന്നും പറഞ്ഞ ഇവന്മാരൊക്കെ കുടിക്കാതാണോ ഇരിക്കുന്നത്? ഒരെണ്ണം തന്നോണ്ടല്ലോ. കൂടെ വരരുതെന്ന് നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞ? അവനോടല്ലേ നീ പറഞ്ഞത്? അടുത്ത പ്രാവശ്യം വരുമ്പോ അവനെ ഞാൻ കൊണ്ടുവരുന്നില്ല. അതൊക്കെ വിട്ടേക്ക്. ഇതോടുകൂടി എൻഡ് കാർഡ് ഇടാനുള്ള വല്ല പദ്ധതി ഉണ്ടോ, അതോ തുടർന്നിങ്ങനെ? അതിനു വേണ്ടിയാ കഴിഞ്ഞ വർഷം ഒരു ജോത്സ്യരെ കാണാൻ പോയത്. എന്തിനാ അവിടൊക്കെ പോയത്? ജപിച്ച കയറും തന്ന് ഒരു ഭസ്മവും തന്നു. നീ കിടന്നുറങ്ങുമ്പോ നിന്നെ ചുറ്റി ഒരു വട്ടം ഇടാൻ പറഞ്ഞു. നിന്റെ ഭർത്താവല്ല ഒരു പുഴുവോ പാറ്റയോ പോലും വരില്ലെന്ന് പറഞ്ഞു. പിന്നെങ്ങനാ മാഡം ഇത് സംഭവിച്ചത്? അതെന്ത് പറയാനാ, ഞാനാ ഉറക്കത്തിൽ അറിയാതെ ഒന്ന് തിരിഞ്ഞു കിടന്നു പോയി. അപ്പൊ നീ ഇതിന് കാരണക്കാരിയല്ലേ? ഓ ചേട്ടാ, എനിക്ക് നാണാവുന്നു. നാണം വരുന്നെന്നോ? ഇനി നിർത്താനുള്ള ഒരു പദ്ധതിയില്ല. അപ്പൊ ഇത്രയും നേരം നിങ്ങളും ഇത് കേട്ടോണ്ടിരിക്കുകയാണ്. മണ്ടന്മാരെ, ഞാൻ ആ സ്ത്രീയെ സഹായിക്കുന്ന പോലുള്ള ഒരു ഫോട്ടോ എടുത്ത് അതെടുത്തോണ്ട് പോയി 4 ഭിത്തിയിൽ ഒട്ടിച്ചാലല്ലേ നമുക്ക് 4 വോട്ട് കിട്ടത്തുള്ളൂ. ഫോട്ടോയൊക്കെ എന്തിനാ നേതാവേ? ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടല്ലോ. വീഡിയോ എടുത്തെന്നോ? അതെ, അപ്പോഴല്ലേ നമുക്ക് കേബിൾ ടിവിയിലൊക്കെ ഇട്ടൊന്ന് കൊഴിപ്പിക്കാൻ പറ്റുള്ളൂ. എടാ മരം മണ്ട, ഞങ്ങൾ ഇവിടെ സംസാരിച്ചോണ്ടിരുന്ന കാര്യം എന്താടാ? നീ എന്തോടാ വീഡിയോ എടുത്തിരിക്കുന്നത്? ഇത് നീ കേബിൾ ടിവിയിൽ ഇട്ടാൽ എനിക്ക് ഒരു വോട്ടെങ്കിലും കിട്ടുവാടാ മണ്ട. ഇവനെ ആദ്യം എടുത്ത് കളയണം. എടാ വാടാ, നമുക്ക് അടുത്ത സ്ട്രീറ്റിൽ പോയിട്ട് അവിടെ വൃത്തിയാക്കിയിട്ട് വോട്ട് വാങ്ങിക്കാം. പൊന്നമ്മേ, ആരാ അതെ? കേറി വാ.
എന്താ മോളെ? എന്റെ ചേച്ചിക്ക് ഉളുക്കി. ശരി, ആ കട്ടിലിൽ ചെന്നിരിക്ക്. ഭാരമുള്ള സാധനം വല്ലതും എടുത്തോ മോളെ? അതൊന്നുമില്ല മുത്തശ്ശി, ഇന്നലെ രാത്രി ഭാരമുള്ളൊരു കുടം എടുത്തതാ ഉളുക്കി. അതുകൊണ്ടാണോ ഉളുക്കിയത്? പെമ്പിള്ളേരാകുമ്പോ കുറച്ച് ദേഹം അനങ്ങി പണിയെടുക്കണം, അതല്ലേ ശരീരത്തിന് നല്ലത്. എടാ മോനെ, എന്താ മുത്തശ്ശി? ചെന്ന് 2 വാഗക്കമ്പ് വെട്ടിക്കൊണ്ട് വാടാ. ഷേം ഷേം പപ്പി ഷേം. ആ ചേട്ടൻ എന്താ ഇങ്ങോട്ട് തന്നെ നോക്കുന്നേ? ചുമ്മാ ഇരിക്കടി. എന്താ പറ്റിയേ? ഉളിക്കോ? എടി മോളെ, ഇങ്ങോട്ട് വന്നേ. വന്ന് കിഴക്കോട്ട് നോക്കി നിക്ക്. ഇതിന് ഒരാളും കൂടി വേണമല്ലോ. അതിനിപ്പോ ആരെയാ വിളിക്കുക? എടാ മോനെ, ഇങ്ങോട്ട് വന്നേ. വെള്ളിക്കൊലുസിന്റെ വണ്ണപ്പളങ്കിൽ ഒന്നു പിറന്നെങ്കിൽ, നെറ്റിത്തണുപ്പിൽ ചന്ദനപ്പൊട്ടായി ഒന്നു വിരിഞ്ഞെങ്കിൽ, മഞ്ഞിൻ പുഞ്ചിരിയിൽ മധുമധുവായി മാറാൻ മോഹം. വെള്ളാര വെണ്മപ്പൂവേ, നീ എന്നും എന്റെ മാത്രം. എത്തി തൊടാൻ വരാം തൈമണി തിങ്കൾ പെണ്ണെ, എഴുതാത്ത കാവ്യം പോലെ എൻ സ്നേഹമറിയുന്നില്ലേ? മിന്നാമിനുങ്ങോ മിന്നും കൺകളോ കൊന്നപ്പൂ മൊട്ടാണോ, അതിൽ പൊന്നോ മിന്നോ നിന്നെ തേടും മാനോ ഞാനോ? ചില്ലല നെയ്യും പൂമ്പുഴയാണോ പെണ്ണിൻ അലങ്കാരം? പൊന്മയിൽ മെല്ലെ പെയ്യാം ഞാനാം മേഘം നെയ്യാം. ഇളകും ഇളമനമായി താനേയാടാം, എനിക്കും തേൻ കണമായി കൂടെ പോരൂ. ഹേ പുലരി പൈങ്കിളിയേ, മനസ്സിൻ പഞ്ചമിയെ പെണ്ണേ, അഴകിൻ അഞ്ജലിയെ, അരുമ പെൺകൊടിയെ, ഉയിർ ചേർന്ന കണ്ണേ പൊന്നെ, പോവാതെ പോവാതെ. കിന്നരക്കാവിൽ കിന്നരിപ്രാവിൻ ചിന്ന ചിറകാട്ടം, നീ നീട്ടും പാട്ടിൽ താനേ നീന്തും മീനോ ഞാനോ? ജാതിപ്പൂ മൊട്ടോ ജാതകമെല്ലാം നോക്കിക്കുറിക്കുന്നു, ഈ വിണ്ണും മണ്ണും നീ എന്റേതെന്നല്ലേ ചൊല്ലൂ. വാതിൽ നീ തുറക്കൂ സ്നേഹാംഗനയേ, എന്നെ നീയുറക്കൂ നീലാംബരിയേ. ഹേ കുറുമ്പിൻ കരി
കരിമ്പുമണി ഞാൻ കൊതിക്കും പവിഴമല്ലിപ്പൂവേ പൊന്നിൻ ചിങ്ങപ്പൂക്കളമേ പൊട്ടുതൊട്ട പൂന്തളിരേ മഞ്ചാടി മൊഞ്ചേ നെഞ്ചിൽ താലോലം ചായാൻ വായോ. വെള്ളിക്കൊലുസിന്റെ വണ്ണപ്പഴങ്കിൽ ഒന്നു പിറന്നെങ്കിൽ നെറ്റിത്തണുപ്പിൽ ചന്ദനപ്പൊട്ടായി ഒന്നു വിരിഞ്ഞെങ്കിൽ മഞ്ഞിൻ പുഞ്ചിരിയിൽ മധുമധുവായി മാറാൻ മോഹം. വെള്ളാര വെണ്മപ്പൂവേ നീ എന്നും എന്റെ മാത്രം എത്തി തൊടാൻ വരാം തൈമണി തിങ്കൾ പെണ്ണെ എഴുതാത്ത കാവ്യം പോലെ എൻ സ്നേഹമറിയുന്നില്ലേ. എടാ മച്ചു, ദേ നോക്കിയ പ്രേമം ഒരാൾക്ക് തലക്ക് കയറിയിരിക്ക. താങ്കൾ എന്തോ പ്രേമിക്കാത്ത പോലെ മിണ്ടാതിരിക്കല. ആഹാ വാടാ മച്ചു, ഇവിടെ മച്ചുനൊരു അടിപൊളി ചായ എടുത്തേ. എന്താ മച്ചു, നല്ല ബിസിനസ്സാന്ന് തോന്നുന്നു. കുഴപ്പമില്ലളിയാ. 100-ന് 200-നൊക്കെ ബിസിനസ് ചെയ്ത് എന്ന് സമ്പാദിക്കാനടാ. പിന്നെ ഈ കാട്ടിൽ എന്ത് ബിസിനസ് ചെയ്യാനാ? എന്താണ് നീ ഇങ്ങനെ പറയുന്നത്? ഞങ്ങളെ പോലെ പോയിട്ട് 1 കിലോ അടിച്ചോണ്ടി വന്ന് നല്ലൊരു വീടും കെട്ടി അനിയത്തിയെ കല്യാണം കഴിച്ചു കൊടുത്ത് സുഖമായിട്ട് ഇരിക്കാന്നല്ലാതെ നീ ഇങ്ങനെ. ഒന്ന് പോടാ അളിയാ, അതൊന്നും നമുക്ക് ശരിയാവില്ല. എന്ത് ശരിയാവില്ല എന്ന് പറയുന്നേ? എല്ലാം ശരിയാവും. നല്ലവണ്ണം ആലോചിക്കേ. എന്താടാ മച്ചു, ഇവിടെ മലർന്നു കിടന്ന് സ്വപ്നം കാണാണോ? അങ്ങനെ പെട്ടെന്നൊന്നും ഇളകാത്ത മനസ്സല്ലേ നിന്റെ? അങ്ങനെ ഇളകാത്ത ഒരാളുടെ മനസ്സിനെ ഇളക്കിയില്ലേ ഒരുത്തി? എന്താണെന്ന് എനിക്കെന്നെ അറിയില്ല അളിയ. അവളെ കണ്ടാൽ മാത്രം എന്റെ ശരീരം മുഴുവൻ ചുട്ടു പൊള്ളുക. അതെ, ഈ ഉരുകുന്ന വെയിൽ ഇവിടെ വന്ന് മലർന്നു കിടന്ന പിന്നെ വേറെ എന്ത് സംഭവിക്കുന്ന പറയുന്നേ? തമാശയാ? അവളിപ്പോ ഇവിടെ വന്നോട്ടെ. ഞാൻ സംസാരിക്കുന്നത് കേട്ട് അവള് ചേട്ടാ ചേട്ടാന്ന് പറഞ്ഞ പിറകെ. നിനക്ക് അഭിനയിക്കാനൊന്നും അറിയില്ലെങ്കിലും കോമഡി നന്നായി ചെയ്യുന്നുണ്ട്. എന്റെ അറിവിൽ ആ കുട്ടി ആരോട് സംസാരിക്കുന്നതായി കണ്ടിട്ടില്ല ഞാൻ. അവളാ നിന്റെ പിന്നാലെ വന്ന് ചുറ്റാൻ പോകുന്നേ. എടാ മച്ചു, എന്താ എന്താന്ന് സ്കൂളിൽ പോയില്ലേ? ഹാഫില് ലീവാ. 10 വർഷത്തേക്ക് സ്കൂളൊന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കാൻ പോവാ. എന്താടാ മച്ചു, വളയ്ക്കും ഓടിക്കുന്നൊക്കെ ശപഥം ചെയ്തിട്ടിപ്പോ ഇനി 10 ദിവസം കാണാൻ പറ്റില്ലല്ലോ. ചേട്ടാ, അയാൾ വെറുതെ പോകുന്നവരെ അടിക്കുന്ന ആളാ. സത്യം അറിഞ്ഞാൽ കെട്ടി തൂക്കിയിട്ട് അടിക്കും. ചുമ്മാ ഇരിക്കേ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അളിയ, വാ വാ. എന്തു പറ്റി? എല്ലാവരും ഉണ്ടല്ലോ കൂടെ. എന്താ കാര്യം? അത് അളിയ ഒരു ടൂർണമെന്റ് നടത്തുന്നുണ്ട്, അതാ കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചേ. അത് ശരി, നല്ല കാര്യമാണല്ലോ. ഇരിക്കേ. ചാരെടുത്തില്ല. എന്ത് ടൂർണമെന്റാ നടത്തുന്നത്? ക്രിക്കറ്റ് ടൂർണമെന്റ് നടത്തുന്നേ. അല്ലളിയ, പിള്ളേർക്ക് ക്രിക്കറ്റാ വേണമെന്ന് പറയുന്നേ. ഞാനാണെങ്കിൽ കബഡിയാണ് നല്ല ഗെയിം, അത് വെച്ചാൽ മതിയെന്ന് പറഞ്ഞു. അതുകൊണ്ടാ പിരിവെന്തായാലും അളിയുടെ കയ്യിൽ നിന്ന് തുടങ്ങാന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് തന്നെ. നല്ല കാര്യം തന്നെയാ, തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാവുന്നേ. എടി മോളെ തങ്കം, ചേട്ടാ ഒരു 500 രൂപ എടുത്തോണ്ട് വാ. ശരി ചേട്ടാ. ഡോക്യുമെന്ററി പറഞ്ഞിട്ട് ഡോറ് വരെ പോയിട്ട് തോറ്റു വന്നില്ലേ മോനെ? ആണോ, കുറച്ച് വെള്ളം തരുമോ? അതൊന്നും ഇവിടെ ഇല്ല, പോയേ. അതേടാ,
ദാഹിച്ചു വരുന്നവന് വെള്ളം കൊടുക്കാൻ നിനക്കൊക്കെ അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നല്ലോടാ. അല്ല ചേട്ടാ? ഇതാ ചേട്ടാ, മുഴുവൻ ഒഴിച്ചോളൂ. ഇവനൊക്കെ എവിടെന്ന് വരുന്നവനാണാവോ? ഒന്നിന് പോകുന്ന സമയം കൊണ്ട് ഒരു ക്വാർട്ടർ അകത്താക്കിയവൻ. ലോകത്തിലെ വെള്ളം തന്നെ സൈഡ് ഡിഷായി ഉപയോഗിച്ച ആദ്യത്തെ മനുഷ്യനായിരിക്കും അവൻ. എടാ മച്ചു, എടാ എടാ കൊടല് കരിയോടാ. എടാ കത്തിയെടുത്ത് കുത്തിയാ പോലും ഇങ്ങനെ ഒരു വേദന സഹിക്കണ്ടടാ. എന്റെ മനസ്സിൽ കയറിയിരുന്ന് എന്നെ കൊല്ലാക്കൊല ചെയ്യാവള്. എന്നെ കാർന്ന് തിന്നുകയാടാ അവള്. എന്റെ ഹൃദയത്തെ ആരോ കുത്തിക്കീറുന്നത് പോലെ. ആ ഇതാ ഈ വെള്ളം കുടിച്ചേ. ഭ്രാന്ത് പിടിച്ചതുപോലെ എപ്പോ നോക്കിയാലും അവളുടെ ഒരു വിചാരം മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞ ഇതുവരെ അവളെന്നെ നോക്കിയിട്ട് പോലുമില്ല. പക്ഷെ അവളെ കാണണമെന്ന് മനസ്സിനകത്തൊരു വല്ലാത്ത ആഗ്രഹമാണ്. ഇവിടെ ഇരുന്നിട്ട് ഓരോന്ന് പറഞ്ഞതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇവിടെ മാത്രം വേദനിച്ച അത് രോഗമാണ്. അവിടെയും വേദനിക്കുകയാണെങ്കിൽ അതിന്റെ പേരാണ് പ്രേമം. മോനെ, ഈ പ്രേമം എന്നൊക്കെ വെച്ച ഉണക്കുമീന് പോലെയാ. അതിന് ഭയങ്കര നാറ്റമായിരിക്കും, എന്നാ കഴിക്കുന്നവനോ ഭയങ്കര ടേസ്റ്റും. ദേ വന്നിരിക്കുന്ന വെള്ളടിച്ച സോക്രട്ടീസ്. ചേട്ടാ ഒരു ഫുൾ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. എടാ പാട്ട് നിർത്തറ തെണ്ടി. പ്രേമം ഇല്ലെങ്കിലേ ഈ ലോകം തന്നെ ശ്മശാനാവുമായിരുന്നു. വീട്ടിൽ പെണ്ണുമ്പിള്ളയുടെ ഉപദ്രവം സഹിക്കാൻ പറ്റാതെ ഇവിടെ വന്നത് ഒരു ബിയർ കഴിക്കാന്ന് വിചാരിച്ചു. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഈ പ്രേമക്കാരുടെ ശല്യം കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. പ്രേമത്തിനെ പറ്റി കുറ്റം പറഞ്ഞപ്പോ ലാസ്റ്റ് ബെഞ്ച് വരെ അങ്ങ് എഴുന്നേറ്റല്ലോ. ഇതാരാടാ? ഇനി ഇവിടെ നിന്നാ ശരിയാവത്തില്ല. ചെറുപ്പക്കാർക്ക് ദേഷ്യം വന്ന ഈ കിളവൻ എന്തോ പറ്റിയടേ, അതാ എനിക്ക് മനസ്സിലാവാത്തത്. ഒരു പെൺകൊച്ചിനെ വെച്ചുകൊണ്ട് ഇനി അവൾ എങ്ങനെ ജീവിക്കാന്? ദുഷ്ടന്മാര് അടിച്ചു കൊന്നുളഞ്ഞല്ലോ. ജീവിക്കാൻ പോയ സ്ഥലത്ത് കൈയും കാലും വെച്ച് വെറുതെ ഇരിക്കണ്ടേ? അവിടെ പോയി വല്ലവന്റെ സാധനം മോട്ടിക്കാൻ നിന്നാ ചുമ്മാ വിടുവോ അവര്? ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുക. എന്നാലും ഒരുത്തരും നന്നാവാൻ തീരുമാനിക്കുന്നില്ല. ആട്ടെ, എന്താ പെട്ടെന്ന് അങ്ങോട്ട് പോണെന്ന് പറഞ്ഞ? അവിടെ ഒരാൾ പൈസ തരാണ്ട് വന്ന് മേടിച്ചോളാൻ പറഞ്ഞു. അതാ എന്താടാ അളിയാ, സുഖം തന്നെയല്ലേ? ആ സുഖം. ശരി ശരി. മച്ചു, നീ ഇവന്റെ കൂടെ സംസാരിച്ചിരിക്കേ, ഞാൻ പോയി വാങ്ങിട്ട് വരാം. ശരിടാ.
നിനക്കൊക്കെ ബുദ്ധിയുണ്ടോടാ? സാധനം കയ്യിൽ വെച്ചിട്ട് വെള്ളടിക്കുന്നേ. എവിടെയാടാ സാധനം? അവൻ മാത്രം എങ്ങനെ കുടുങ്ങിയേ? മതിലിന്റെ മേളിൽ നിന്ന് ഞങ്ങൾ രണ്ടുപേരും എടുത്ത് ചാടിയത്. എന്നിട്ട് ഞങ്ങൾ പറമ്പിൽ കൂടെ ഓടി വരുമ്പോഴാ അവൻ അവരുടെ കൈപ്പെട്ടത്. നിങ്ങൾ മൂന്നാളും പോയിക്കോളിപ്പോ, അവിടെ വെച്ച് സംസാരിക്കാം. ഇവരുടെ ശല്യം സഹിക്കാൻ പറ്റുന്നില്ലപ്പാ. വണ്ടി നിർത്തിക്കേ, വണ്ടി നിർത്തിക്കേ, നിർത്ത്. ലൈസൻസ് ഉണ്ടോ? ചോദിച്ചാലേ തരത്തുള്ളോ? RC ബുക്ക് എവിടെയാടാ? മര്യാദയ്ക്ക് സംസാരിക്കടോ. എന്തിനാ വാടാ പോടാന്ന് പറയുന്നേ? ഞാൻ എന്താടോ തന്റെ വീട്ടിലെ ജോലിക്കാരനാ? മച്ചു വിടറ, ഞാനും മിലിറ്ററിക്കാരനാ. ഇപ്പൊ ഞാൻ എന്താ സാറിന് പറഞ്ഞു? ഗോവിന്ദരാജേ, സാറേ എന്നാ പിടിച്ചോ, പോയിക്കോ. എടോ ഗോവിന്ദരാജേ, ആ ബാഗ് താൻ ചെക്ക് ചെയ്തോ? എടോ വണ്ടി നിർത്താൻ പറ. എന്തോന്നാ ഈ സമയത്ത് രണ്ടുപേരും എവിടെ പോയിട്ട് വരിക? ഇവിടെ അടുത്ത് പോയിട്ട് വരുവാ. വെറും തുണി മാത്രമേ ഉള്ളൂ സാറേ. എത്ര തന്നെ പറഞ്ഞാലും ചെയ്യുന്നവരൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. ഒരു ദിവസം എന്റെ കയ്യിൽ കുടുങ്ങും. നിങ്ങൾ വയ്ക്കൂ. എന്നാ രാവിലെ ശരി കിട്ടോ. മുത്തശ്ശി, എടാ മച്ചു, ആരാടാ നിന്റെ മച്ചു? നാട്ടുകാർ മുഴുവൻ എന്നോട് പറഞ്ഞതാ. എന്തിന്? എന്റെ മുത്തശ്ശി പോലും എന്നോട് ചോദിച്ചതാ, കള്ളന്മാരോട് നിനക്കെന്തിനാ ഈ കൂട്ടുകെട്ടെന്ന്. അവര് പറഞ്ഞത് കേൾക്കാതെ നിന്റെ കൂടെ കൂട്ടുകൂടിയതിന് നീ എന്നെ കള്ളനാക്കിയല്ലേ? മരിച്ചുപോയന്റെ ഭാര്യയുടെ കണ്ണീന്ന് കണ്ണീരിനും തുറന്നിട്ടില്ല. അതിനു മുമ്പ് കൊള്ളയടിച്ചതിന്റെ പങ്ക് പറ്റാൻ പോയല്ലേ നീ? ഈ പാവമൊക്കെ നീ എവിടെ കൊണ്ടുപോയി കളയാൻ പോവാ? വിശ്വസിക്കുന്നവന് വേണ്ടി ജീവൻ വരെ കൊടുക്കുന്ന മനസ്സാടായത്. കൂട്ടുകാരെയൊക്കെ ബലി കൊടുത്തിട്ട് വേറെ ഈ പണം വെച്ചോണ്ട് നീ എന്തു വലത്താൻ പോവാടാ? നല്ല കാലം ഞാൻ ആഭരണങ്ങളൊന്നും ഉണ്ടാക്കി വെച്ചില്ല. ഇല്ലെങ്കിൽ അതിനു വേണ്ടി നീ എന്നെയും കൊല്ലാൻ മടിക്കില്ല. അങ്ങനൊന്നും പറയാതടാ, എന്നോട് ക്ഷമിക്കടാ മച്ചു.
അറിയാതെ പറ്റിപ്പോയതാടാ. ആത്മസുഹൃത്ത് അവസാനം വരെ എന്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചതാ. ഛി. എടാ മച്ചു, എന്നോട് ക്ഷമിക്കടാ. എന്ത് പാട്ടാണ് നിങ്ങളൊക്കെ പാടുന്നേ? എന്റെ അച്ഛനെ കുറിച്ച് എന്തൊക്കെയാണ് നിങ്ങൾ പറഞ്ഞു പാടുന്നേ? അവരെങ്ങനെ ജീവിച്ചുണ്ടായിരുന്നു നിങ്ങൾക്ക് അറിയാലോ. അവരുടെ അഭിമാനം എന്താ നിങ്ങൾക്ക് അറിയാലോ അല്ലേ? എന്തൊക്കെയാണോ നിങ്ങൾ ഇവിടെ ചെയ്തു കൂട്ടുന്നേ? അവന് ആരും ഇല്ലെന്ന് കരുതിയോ നിങ്ങള്? ഒന്ന് കുഴിച്ചു മുടി ഞാൻ. എടാ മച്ചു, ലീവാണെങ്കിലും സൂര്യം തരില്ല. അതുണ്ടാക്കി കൊണ്ടുപോവാ ഇതുണ്ടാക്കി കൊണ്ടുപോവാന്ന് പറയും. എന്താടി ഇത്? ഒരു കല്ലിലും പൂവില്ലല്ലോ. ശരി വാ, അങ്ങോട്ട് പോയി നോക്കാം. നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് നിന്റെ ചേട്ടൻ ഞങ്ങളെ അടിച്ചവമാനപ്പെടുത്തിയില്ലേ? ഇനി നിന്റെ അവസ്ഥ കണ്ടോ തൂങ്ങിച്ചാവുകടി. പിടിക്കോളാം.
ചേട്ടന് മാത്രം അറിഞ്ഞ നിങ്ങൾ ആരും ജീവനോടെ ഉണ്ടാവില്ല. നാട്ടുകാരിതറിഞ്ഞ 1-നെ 9 അതുകൊണ്ട് ഈ കാര്യം ആരടുത്തും പറയേണ്ട ആവശ്യമില്ല. സൂക്ഷിച്ചു പോവാൻ നോക്ക്. വെള്ളദ്വര ഉള്ളിലുണ്ടോന്ന് അറിയില്ലല്ലോ. ആ ചിറ്റപ്പന വന്നാട്ടെ വന്നാട്ടെ. നമസ്കാരം മോനെ. വന്നാട്ടെ വന്നാട്ടെ വന്നാട്ടെ. അപ്പച്ചി സുഖമാണല്ലോ അല്ലേ? എന്റെ മോനുള്ളപ്പോ എനിക്ക് എന്തിന്റെ കുറവാ? വന്നാട്ടെ. ഇരിക്കേ. ഇരുന്നാട്ടെ. എടി ഇങ്ങോട്ട് വന്നേ. അപ്പച്ചി വന്നിരിക്കുന്നു, ചായ എടുത്തോണ്ട് വാ. ആ ശരി. എടി ഒന്ന് വെറുതെ ഇരിയടി. ഫോട്ടോ കണ്ടപ്പോഴേക്കും അവക്ക് ചേട്ടന്റെ ഓർമ്മ വന്നു. വന്നിട്ട് ഇങ്ങനെ ചുമ്മാ ഇരുന്ന എങ്ങനെയാ? വന്ന കാര്യം ആദ്യം പറയൂ. അത് മറ്റൊന്നുമല്ല മരുമോനെ, നിന്റെ അമ്മായി ഭയങ്കര വിഷമത്തിലിരിക്കുക. നമ്മുടെ സ്വന്തം ഒന്നും വിട്ടുപോകരുതല്ലോ എന്നും വെച്ച്. അതുകൊണ്ടാ എന്റെ മോന് നിന്റെ പെങ്ങൾ ആലോചിച്ച് വന്നത്. എന്തുവാ മരുമോനെ ആലോചിക്കുന്നേ? ഇതുവരെ ഞാൻ അവളൊരു വലിയ പെണ്ണാണെന്നുള്ള കാര്യം ഓർത്തതേയില്ല. അതാ ഒരു മിനിറ്റ് ഒന്ന് ആലോചിച്ചു പോയത്. അപ്പച്ചി, അവളൊരു കൊച്ചു പെണ്ണല്ലേ, പഠിച്ചോണ്ടിരിക്കുക. കുറച്ചുനാൾ കഴിയട്ടെ. ആദ്യം പറയുന്നത് കേക്ക്. നീ സമ്മതിക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ നിശ്ചയം നടത്താം. പിന്നെ 6 മാസം 1 വർഷം കഴിഞ്ഞ് കല്യാണം നടത്തിയാൽ മതിയല്ലോ. ചായ എടുത്തോളൂ. അതുകൊണ്ടല്ല, അവളെ കുറച്ചുകൂടി പഠിപ്പിക്കാമെന്ന് ആലോചിക്കുക ഞാൻ. എന്തോന്ന് വെള്ളത്തുരെ? അതായത് നിനക്കറിയാൻ പാടില്ലാത്തതൊന്നുമില്ല. പറഞ്ഞു വരുന്നത് ഓരോ കാര്യവും അതാത് സമയത്ത് ചെയ്താലല്ലേ ഗുണമുണ്ടാവും.
നിന്റെ മോളെ പഠിപ്പിച്ചതിലൊന്നും തെറ്റില്ല. അത് വളരെ നല്ലൊരു കാര്യമാണ് നീ ചെയ്തത്. പക്ഷെ അതൊക്കെ അവളുമാർക്ക് മനസ്സിലാവണ്ടേ? നമ്മൾ ദിവസവും പേപ്പറിലൊക്കെ കാണുന്നതല്ലേ. അതായത് ഈ പഠിക്കാൻ പോകുന്ന സ്ഥലത്ത് പ്രേമവും പ്രണയം എന്നൊക്കെ പറഞ്ഞ് വയറ്റിലും ആക്കി വന്നാ പിന്നെ എന്നോട് തന്നെ എന്റെ പെങ്ങളെ പറ്റി തെറ്റായിട്ട് സംസാരിക്കുന്നു നീ. ഇവരുള്ളോണ്ട് നിന്നെ വെറുതെ വിടുക, ഇല്ലെങ്കിലുണ്ടല്ലോ നിന്നെ ഞാൻ കൊന്നേനെ. ആദ്യം നമ്മുടെ വീട്ടിലുള്ള കുട്ടികളെ നമ്മൾ വിശ്വസിക്കണം. അതിനുശേഷമാണ് ജാതിയും സമുദായവും നാടും എല്ലാം. എന്റെ സഹോദരിയെ ഞാൻ അങ്ങനല്ല വളർത്തിയത്. എന്നേക്കാൾ ആരോ ഒരുത്തനാണ് അവക്ക് വലുതെന്ന് വിചാരിക്കുകയാണെങ്കിൽ അന്ന് ഈ വെള്ളതുര ജീവനോട് കാണില്ലെന്നർത്ഥം. കൂട്ടിന് പോലും ആളില്ലാതെ ബോർഡറിൽ ഞാൻ എത്രയോ കാലം തനിച്ചിരുന്നിട്ടുണ്ട്. ആ സമയത്ത് പോലും ഞാൻ പേടിച്ചിട്ടില്ല. പക്ഷേ എന്താണെന്ന് എനിക്കറിയില്ല, ഇന്നെന്തോ ഒരു വല്ലാത്ത പേടി പോലെ. വാങ്ങിച്ചോ? ഞാനൊരു കാര്യം പറഞ്ഞ നീ അത് വിശ്വസിക്കില്ല. 23 വർഷങ്ങളായിട്ട് ഞാൻ ഈ നാട്ടിലാ ഉള്ളത്. എന്നാ നിന്നെ കണ്ടതിന് ശേഷമാ ഈ ഗ്രാമം തന്നെ എനിക്ക് മനോഹരമായി തോന്നിയത്. നിന്നെ കണ്ടതിന് ശേഷം എന്തോ വട്ടുപിടിച്ചവന്മാരെ പോലെ എപ്പോഴും നിന്റെ വിചാരം മാത്രമേ ഉള്ളൂ. ഇത് ഞാൻ സത്യമായിട്ട് പറയുക. ഞാൻ പോലും വിചാരിച്ചിട്ടുണ്ട്, എന്തിനാടാ ഇവന്മാര് പെമ്പിള്ളേരുടെ പിറകെ ഇതുപോലെ നടക്കുന്നുവെന്ന്. എന്നാ സുഖമുണ്ടല്ലോ. കോടി രൂപ ലോട്ടറി അടിച്ചാൽ പോലും കിട്ടില്ല. അത്രയ്ക്കെന്തിന്? നിന്നെ പ്രേമിക്കാൻ തുടങ്ങിയതിനു ശേഷമാ ഞാൻ സ്വപ്നം കാണാൻ തന്നെ തുടങ്ങിയത്. അന്ന് നിങ്ങൾ ചെയ്ത സഹായത്തിന് ഒരുപാട് നന്ദി എന്നും പറഞ്ഞ് നിങ്ങൾ പറയുന്നതിനെല്ലാം തലയാട്ടാൻ കഴിയില്ല. എനിക്ക് പ്രേമൊന്നും ഇഷ്ടമുള്ള കാര്യമല്ല. സത്യം പറ, എന്നെ നിനക്ക് ഇഷ്ടമല്ലേ? പറ, എന്റെ മുഖത്ത് നോക്കി പറ. ഇഷ്ടമല്ല. മതിയോ? മനസ്സിനകത്തൊന്ന് വെച്ചുകൊണ്ട് പുറത്ത് വേറെ പോലെ സംസാരിക്കുന്നവരാണ് പെണ്ണുങ്ങളെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴാ നേരി കാണുന്നത്. ദേ നോക്ക്, നിങ്ങൾ മനസ്സിൽ ഓരോന്ന് ആലോചിച്ച് കൂട്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞാ അതിന് ഞാനാണോ കാരണം? എന്നെ പറഞ്ഞാ മതിയല്ലോ. കൂട്ടുകാരന്റെ തലയേറ്റ ശരീരം കണ്ടിട്ട് ചങ്കൂറ്റത്തോടെ നിന്നവനാ ഞാൻ. എന്നാ ഇഷ്ടമല്ലെന്ന് നീ ഇപ്പൊ എന്നോടൊരു വാക്ക് പറഞ്ഞില്ലേ? എന്ത് ജീവിതമാണെന്ന് ഞാൻ ഇത്രയും കാലം ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ നിന്നെ കണ്ട ശേഷം എനിക്ക് ജീവിക്കണമെന്നുള്ള ആഗ്രഹം തന്നെ വന്നത്. പണ്ടൊക്കെ ലീവിന് വരുമ്പോ ദിവസം കഴിഞ്ഞു പോയെന്നും പറഞ്ഞ് വിഷമിച്ചിട്ടേ ഇല്ല. എന്നാ ഇപ്പോ വേദനിക്കുന്നു. നീ ഇഷ്ടമില്ലെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ മലയിൽ നിന്ന് ചാടിയോ അല്ലെങ്കിൽ വല്ല വിഷവും കഴിച്ച് മരിക്കുമെന്ന് മാത്രം നീ കരുതണ്ട. നീ ഇല്ലാത്ത ജീവിതം എനിക്ക് ഒരിക്കലും ഉണ്ടാവില്ല. വെറുതെ ഞാൻ ഡയലോഗ് അടിക്കാമെന്ന് മാത്രം നീ വിചാരിക്കണ്ട. എന്റെ ഹൃദയത്തിലാ നീ ഉള്ളത്. ജീവിതമെന്നൊന്നുണ്ടെങ്കിൽ അത് നിന്റെ ഒപ്പമാണ്. അതിനുവേണ്ടി എന്റെ ജീവിതം മുഴുവൻ ഞാൻ കാത്തിരിക്കും. ഞാനല്ലാതെ നിന്നെ വേറെ ആരും കൊണ്ടുപോയില്ല. ഈ കുളിര്, കാറ്റ്, മഴ, മേഘം, മഞ്ഞ്, കാട്,
എല്ലാം അവളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നമ്മൾ എത്ര ദൂരത്തിലാണെങ്കിലും പ്രേമിക്കുന്ന പെണ്ണ് എപ്പോഴും നമ്മുടെ അടുത്തുണ്ടാവും. ഈ സമയം അവൾ കോളേജിലായിരുന്നു. മനസ്സിനകത്ത് ഒരുപാട് വിചാരങ്ങൾ. ആയിരക്കണക്കിന് മൈലിനപ്പുറത്ത് ഞാനുണ്ടായിരുന്നെങ്കിലും അവൾ എന്നോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ആ വസ്ത്രത്തിലുണ്ടായിരുന്ന അവളുടെ മണം എന്റെ മനസ്സിനുള്ളിൽ ഒരുപാട് വികാരങ്ങൾ ഉണ്ടാക്കി. ഈ ഇലക്ട്രിസിറ്റി ബോർഡുകാരെ കൊണ്ട് തോറ്റു. വെറുതെ കറണ്ട് അങ്ങ് കട്ട് ചെയ്യുക. ആ കൊള്ളാം, നല്ല കാറ്റുണ്ട്. ഈ കാറ്റത്ത് കുറച്ചേരം ഇവിടെ അങ്ങ് ഇരിക്കാം. എന്താ നേതാവ് ഇവിടെ വന്നിരിക്കുന്നേ? പാടോ. ഞാൻ വീട്ടിൽ കഴിച്ചോണ്ടിരിക്കായിരുന്നു. ആ. പെട്ടെന്ന് കറണ്ട് അങ്ങ് പോയെന്നേ. ആഹാ. വെറുതെ പൊയ്ക്കോണ്ടിരിക്കുക. അതാ കുറച്ചേരം ഇവിടെ ഇരിക്കാന്ന് കരുതി. അപ്പൊ വെറുതെ ഇരിക്കലാണ് പണി. ഏഹ്? അപ്പൊ ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കലാണല്ലേ? എടോ, ഞാൻ പറഞ്ഞത് കറണ്ട് പോയോണ്ട് ഇവിടെ വന്ന് ഇരിക്കുവാണെന്നാ. അതുകൊണ്ട് എനിക്ക് ഒരു ജോലി ഇല്ലെന്നാണോ താൻ കരുതുന്നത്? വെറുതെ ഇരിക്കലെന്നല്ല പറഞ്ഞു. അതിനെന്താ ദേഷ്യപ്പെടുന്നേ? പറഞ്ഞോണ്ടിരിക്കുമ്പോ എന്താ താനെന്തോ പ്രശ്നം? ഒന്നുമില്ല ചേട്ടാ, ഞാൻ ഇതുവഴി വരെയായിരുന്നു. ശരി. നോക്കുമ്പോ ഇവരോട് വെറുതെ ഇരിക്കുക. എന്തിനാ വെറുതെ ഇരിക്കുന്ന വെച്ചപ്പോ വെറുതെ ദേഷ്യപ്പെടുക. ഇല്ലല്ലോ, അങ്ങനെയൊന്നും എടോ, ദേഷ്യപ്പെടില്ലല്ലോ. നീയും ഇങ്ങനെ തന്നെയാണോ? ഓ, ഇവന്മാരെ പോലുള്ളവരെ കൊണ്ട് ഞാൻ തോറ്റുപോയി ഈശ്വരാ. ഇങ്ങേരെന്തിനാ തലേ കൈ വെച്ചിരിക്കുന്നത്? എന്താന്നറിയില്ല. ഇതാരാ? അതെ, തലവേദന വല്ലതും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാ മതി, ഞാൻ സൗകര്യമായിട്ട് ചികിത്സിക്കാം. ഇതും കാണിച്ചോണ്ടാണോ പറയാൻ ഇങ്ങനെ പറഞ്ഞത്? മടിക്കണ്ട, എടുത്ത് പറഞ്ഞാ അങ്ങോട്ടൊന്ന് മതി. മാറ്റിയേ. നിങ്ങളെ ആരും വിളിച്ചില്ല. ചെല്ലേ. പോ. നിങ്ങൾ എല്ലാവരും ജോലി നോക്കേ. ചെല്ലേ. നിന്നോടല്ലേ പറഞ്ഞത് പോവാൻ? വട്ടുവായോ? അയ്യോ, കഴിച്ചിട്ട് കുറച്ചു നേരം റെസ്റ്റ് എടുക്കാന്ന് വെച്ച് വന്നാ. നേതാവേ, വെറുതെ ഇരിക്കുകയാണോ? ഞാൻ വെറുതെ ഇരിക്കുമെന്ന് നിന്നോട് ഞാൻ പറഞ്ഞോ? അല്ല നേതാവേ, ഒന്നുമില്ല. ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുകയായിരുന്നു നേതാവേ. ശരി. അപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്ന വെറുതെ വന്ന് എന്റെ അടുത്ത് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുക. വെറുതെ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു. അപ്പൊ ഞാൻ വെറുതെ ഇരിക്കാൻ പറ്റോ? ഇത് കണ്ടിട്ട് നേതാവിന് വെറുതെ ഇരിക്കാൻ പറ്റോ? എടാ, ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുവാന്ന്. ഒരു പാർട്ടിയിലും ഇല്ല. അതാ കണ്ടില്ലേ, വെറുതെ ഇരിക്കുക. നീ ഒന്നും മിണ്ടാതെ വെറുതെ ഇരിക്കുന്നുണ്ടോ? അയലത്തേരം വഴക്കിന് വന്നാലും നീ മിണ്ടാതെ പോരുതായിരുന്നോടാ. വെറുതെ ഇരിക്കുന്ന എന്നോട് വന്ന് കംപ്ലൈന്റ് ചെയ്യുന്നു. വെറുതെ മിണ്ടാതെ പോടാ. വെറുതെ ഒരു കാര്യം പറയാതെ നിന്നെ ഞാൻ വട്ടാണല്ലോ. മിണ്ടാതെ പോയിക്കോ, പറഞ്ഞേക്കാം. മേക്കിട്ട് കയറുന്നു. എടോ, എന്താ നേതാവേ? ആ ചെരുപ്പ് ഇങ്ങോട്ട് ഇട്ടിട്ട് പോവാൻ. വെറുതെ അവിടെ ഇരിക്കുന്ന വന്ന് എടുത്തുകൂടായിരുന്നോ? എന്ത് ചെയ്യാം? എടാ, സൂക്ഷിച്ച്. പിടിച്ചോ. വെറുതെ ഒരു ക്യാച്ച് മിസ് ചെയ്തില്ലേ നേതാവേ? ഛെ, ഇവിടെ വെറുതെ ഇരിക്കുന്നതിനേക്കാൾ നല്ലത് വേറെ എവിടെയെങ്കിലും പോയി വെറുതെ ഇരിക്കുന്നതാ. ഇവിടെ വെറുതെ കിടക്കട്ടെ. എന്താ മോളെ, വല്ല അസുഖമുണ്ടോ? അതൊന്നുമില്ല മുത്തശ്ശി, ചേച്ചിക്ക് നടുവേദന തുടങ്ങി. എന്താ മോളെ, നിനക്ക് എപ്പ നോക്കിയാലും ഒരു നടുവേദന. ശരി, നീ ചെന്ന് അവിടെ ഇരിക്കെ, ഞാൻ കമ്പൊടിച്ചോണ്ട് വരാം. ശരി പൊന്നമ്മേ. പട്ടാളം, ഈ പട്ടാളം. എന്തിനാ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ? നിങ്ങളോട് കുറച്ചു സമയം ഒരുപാട് സംസാരിക്കണം. മലമുകളിലേക്ക് വരൂ. ഷർട്ടൊന്നും അഴിച്ചേ. എന്തിനാ? പറയുന്നതനുസരിക്ക്. മതി. അന്ന് ശരിക്ക് കണ്ടില്ല, അതുകൊണ്ടാ. അതൊക്കെ പോട്ടെ, അസാമിന്ന് എനിക്ക് എന്താ വാങ്ങിച്ചോണ്ട് വന്നേ? ശ്ശോ, എന്താ പട്ടാളം ഇങ്ങനെ ചെയ്തത്?
9 മാസവും 16 ദിവസങ്ങളും കഴിഞ്ഞൊരു പെണ്ണിനെ കാണാൻ പോവാണല്ലോ. അവൾക്ക് എന്തേലും വാങ്ങിച്ചോണ്ട് പോകാൻ തോന്നിയില്ലേ? ഇതൊക്കെയാണോ നിങ്ങളുടെ മിലിറ്ററിയിൽ പഠിപ്പിച്ചയച്ചത്? ഇതൊക്കെയാണോ മിലിറ്ററിയിൽ പറഞ്ഞു തരുന്നത്? അപ്പൊ പച്ചകുത്താൻ ആരാ പറഞ്ഞു തന്നത്? ചുമ്മാ പച്ചകുത്തി മനസ്സിൽ വെച്ചോണ്ട് നടന്ന മാത്രം പോരാ, ഒന്ന് ആലോചിച്ച് സംസാരിക്കണം. അല്ല, വെള്ളവടിയും സിഗരറ്റ് വലിയും ഇതൊക്കെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇന്നത്തോടെ നിർത്തിക്കോണം. കാരണം വെള്ളം അടിച്ചിട്ട് വണ്ടി ഓടിക്കുന്നത് തന്നെ തെറ്റാ. ജീവിതം ഓടിക്കുന്നത് എത്ര വലിയ തെറ്റാ. അതിലും ഈ സിഗരറ്റ് വലിയുണ്ടല്ലോ, എന്തൊരു നാറ്റോ. ഇതൊക്കെ എങ്ങനെയാ വലിക്കുന്നേ? അതുമാത്രമല്ല, മൂക്കിലൂടെയാണ് പുക വിടുന്നതും. ഇതൊന്നും എനിക്ക് വേണ്ടിയല്ല, നാളെ ജനിക്കാൻ പോകുന്ന നമ്മുടെ കുഞ്ഞിന് പ്രശ്നമൊന്നും ഉണ്ടാവരുതല്ലോ, അതിനു വേണ്ടിയാ. അന്ന് എന്നോട് പറഞ്ഞല്ലോ, ഈ ജന്മം നീ മാത്രമാണ് എന്റെ ഭാര്യയെന്ന്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ജന്മം മാത്രമല്ല, ഇനി എത്ര ജന്മങ്ങളുണ്ടെങ്കിലും എന്റെ ചേട്ടന്റെ അളിയൻ നിങ്ങൾ മാത്രമാണ്. അന്ന് ഞാൻ എത്രമാത്രം ചോദിച്ചു, അപ്പോഴേക്ക് നീ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെന്താ പെട്ടെന്ന് ഇന്നിങ്ങനെ? ഇന്ന് ഞാൻ ജീവിച്ചിരിക്കാനുള്ള കാരണം തന്നെ നിങ്ങളാണ്. ഈ ജീവൻ നിങ്ങൾക്ക് തരുന്നതല്ലേ ന്യായം? അല്ല, ആർക്കും ഇവിടെ കൂടപ്പിറപ്പില്ലാത്തത് പോലെയാ. അവളെന്താ ഒന്നും അറിയാത്ത കുട്ടിയാണോ? അവൾക്ക് ഇങ്ങേര് മുടി പിന്നിക്കൊടുക്കാൻ. 50 വർഷം കഴിഞ്ഞാൽ എന്റെ പെങ്ങൾ എനിക്ക് കുഞ്ഞു തന്നെയാണ്. അതെ അതെ, ഈ പരിപാടിയൊക്കെ ഇനി എത്ര കാലം ഉണ്ടെന്നും കൂടി നോക്കാമല്ലോ. എന്നെ എന്താ നിന്റെ ചേട്ടനെ പോലെ കരുതിയോ? കല്യാണം കഴിഞ്ഞതിന് ശേഷം സ്വന്തം പെങ്ങളുള്ള കാര്യം തന്നെ മറന്നു പോകാൻ വേണ്ടി. എന്റെ കുടുംബത്തെ കുറിച്ച് സൂക്ഷിച്ച് സംസാരിക്കണം. എന്റെ കുടുംബത്തിലുള്ളവരെ പറ്റി പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ഉറക്കം വരില്ലല്ലോ. ഇന്ന് ലോക നേത്രദാന ദിനമാണ്. നേത്രദാനത്തിനും മലയാളിക്കും ഒരുപാട് ബന്ധമുണ്ട്. സർ, നേത്രദാനത്തെ കുറിച്ച് ഞാനൊരു കവിത എഴുതിയിട്ടുണ്ട്. വെരി ഗുഡ്, പറയൂ. നിങ്ങൾ മരിച്ചതിന് ശേഷവും സൈറ്റ് അടിക്കണ്ടേ? അതിന് നേത്രദാനം ചെയ്യൂ. നീ ഒന്നും നന്നാവാൻ പോകുന്നില്ല. അവിടെ ഇരടാ. കണ്ണപ്പനാർന്നും പറഞ്ഞൊരു ശിവഭക്തനുണ്ടായിരുന്നു. അദ്ദേഹം ദിവസവും ശിവന് വേണ്ടി പൂജ ചെയ്യുമായിരുന്നു. ഒരു ദിവസം ശിവന്റെ കണ്ണിൽ നിന്നും ചോര വരാൻ തുടങ്ങി. പേടിച്ചു പോയ കണ്ണപ്പനാരോ ആ ചോര നിർത്താൻ വേണ്ടി എന്തൊക്കെയോ ചെയ്തു നോക്കി. പക്ഷെ ഒന്നും ഗുണം ചെയ്തില്ല. അവസാനം അദ്ദേഹത്തിന്റെ ഒരു കണ്ണെടുത്ത് ശിവന്റെ കണ്ണിലേക്ക് വെച്ചിട്ട് ആ ചോര അങ്ങ് നിർത്തി. കുറച്ചു നേരം കഴിഞ്ഞപ്പോ മറ്റേ കണ്ണിൽ നിന്നും ദേ വരുന്നു ചോര. അപ്പോ കണ്ണപ്പനാർ എന്താ ചെയ്തെന്നറിയോ? സ്വന്തം കാലുകൊണ്ട് ശിവന്റെ കണ്ണിലേക്ക് ചവിട്ടി അദ്ദേഹത്തിന്റെ മറ്റേ കണ്ണും പറിച്ചെടുത്ത് ശിവന്റെ കണ്ണിലേക്ക് വെച്ചു. ഇപ്പോ 2 കണ്ണിൽ നിന്നും ചോര വരുന്നത് അങ്ങ് നിന്നുപോയി. അങ്ങനെ ദൈവത്തിന് പോലും സ്വന്തം കണ്ണ് പറിച്ചെടുത്തു കൊടുത്ത് ലോകത്തിന് തന്നെ നേത്രദാനത്തെ കുറിച്ച് മറ്റുള്ളവർക്ക് എടുത്തു പറഞ്ഞത് നമ്മളിൽ ഒരുവനാണ്. ഇവിടെ ശ്രദ്ധിക്കാതെ നീ എന്തോ അങ്ങോട്ട് നോക്കിയിരിക്കുന്നത്? കണ്ണപ്പനാർ എന്തുവാ ചെയ്തത് പറഞ്ഞേ? എടി എടി, നിനക്ക് എന്തു പറ്റി? പൊടി. നിങ്ങളോട് ആരാ ഇപ്പൊ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ആരെങ്കിലും കണ്ട എന്താവും? കണ്ടാ കണ്ടിട്രി, എന്റെ ഭാര്യയല്ലേ ഞാൻ കാണാൻ വന്നത്. ആരെന്ത് ചോദിക്കാന്? അതെ, താലി കെട്ടി കഴിഞ്ഞല്ലോ. ഭാര്യയാണത്ര, ഭാര്യ. നീ ഇങ്ങനെയൊക്കെ പറയുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാ വരുന്ന വഴിക്ക് തന്നെ വാങ്ങിച്ചോണ്ട് വന്നത്. നിങ്ങൾക്ക് എന്താ ഭ്രാന്താണോ? അതെടുത്ത് അകത്ത് വെക്ക്. അയ്യോ, ബെല്ലടിച്ച് ഞാൻ പോവാ. സൂക്ഷിച്ചു പോണ്ടേ? നീ വന്നാ എപ്പോഴും അവൻ നിന്റെ പുറകെ കാണുമല്ലോ. ഇപ്പൊ അവൻ എവിടെ പോയി? ഇപ്പൊ എന്തിനാ അവനെ കുറിച്ച് സംസാരിക്കുന്നേ? എടാ,
ഒന്ന് പോടാ. അവനിപ്പോ മുമ്പത്തെ പോലെ അല്ല. കള്ളത്തരമൊക്കെ വിട്ടിട്ട് എന്തോ കട വെച്ചിട്ടുണ്ടെന്ന് കേട്ടു. അതെ, ഇപ്പൊ അവന് വേണ്ടി എന്തിനാ വക്കാലത്ത് പിടിക്കുന്നേ? ചുമ്മാ മണ്ടത്തരം പറയാതെ. നിങ്ങൾ തമ്മിൽ തെറ്റിയ പിന്നെ അവനെല്ലാം ഉപേക്ഷിച്ചു. ഒരുത്തൻ ദുഷ്ടനായിരിക്കുമ്പോ കൂടെ നിൽക്കുന്നത് തെറ്റാ. അവൻ നന്നായി കഴിയുമ്പോ അവനിൽ നിന്ന് അകന്ന് നിൽക്കുന്നത് അതിനേക്കാൾ തെറ്റാ. എടാ മച്ചു, എന്താ ചേട്ടാ, സുഖായിരിക്കുന്നു? ഒരുപാട് ദിവസത്തിന് ശേഷം ഇന്നാ എനിക്ക് സന്തോഷായേ. നീ ഇങ്ങോട്ട് വന്നത് മാത്രമല്ലാതെ ഇവിടെ എന്നെ ചേട്ടാന്ന് വിളിച്ചില്ലേ, എനിക്കത് മതി. ചെല്ലടാ. എന്താടാ മോനെ, സുഖമാണോ? ആ, സുഖം തന്നെ. ഇനി എന്താടാ പ്ലാന്? എത്രയും പെട്ടെന്ന് തന്നെ ചേട്ടനോട് പറഞ്ഞ് കല്യാണം കഴിച്ചൂടെ? കല്യാണോ? രണ്ട് കുടുംബം സംസാരിച്ച് നടത്തിയാൽ തന്നെ 1008 പ്രശ്നം പറഞ്ഞ് കോടതി ചുറ്റിക്കറങ്ങുക. ഈ സമയത്ത് പ്രേമോ എന്ന് പറഞ്ഞ് രണ്ടുപേരോടെ ചുറ്റിക്കറങ്ങി കല്യാണം ചെയ്തിട്ട് നീയൊക്കെ എന്ത് ചെയ്യാൻ പോവാ? എന്തോന്നാടാ? നല്ല സൗകര്യമുള്ള വീട്ടിലെ ഒരു പെണ്ണിനെ പ്രേമിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവനെ ഇരുന്ന് കഴിക്കാവുന്നതാണ്. കോളേജിൽ പരസ്പരം ഇരുന്ന് സംസാരിക്കുമ്പോഴും ക്യാൻറ്റീനിൽ അച്ഛന്റെ കാശിൽ നിന്ന് തിന്നുമ്പോഴും തിയേറ്ററിൽ ഇരുന്ന് പടം കാണുമ്പോഴും നമുക്ക് നല്ല സുഖം തന്നെ ആയിരിക്കും. ഒന്നിച്ച് ജീവിക്കുമ്പോഴേ മനസ്സിലാവും. സ്വന്തം മകൾക്കൊന്നും സംഭവിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടൊരു മനുഷ്യൻ ഇവിടെ ഇരിപ്പുണ്ട്, നിന്റെ അച്ഛൻ. നിന്റെ മനസ്സ് കല്ലായി അല്ലേ? 20 വർഷം നിന്നെ വളർത്തി വലുതാക്കി നിന്റെ അച്ഛനേക്കാളും 4 വർഷത്തിനുള്ളിൽ 4 പേർക്ക് ലവ് ലെറ്റർ കൊടുത്ത ഇവരാണ്. നിനക്ക് ഇവൻ തന്നെ വേണോ അല്ലേ? പഠിക്കുന്ന പ്രായത്തിൽ പ്രേമം വേണോ നിനക്ക്? മര്യാദയ്ക്ക് പോയി പഠിക്കാൻ നോക്ക്. ഞാൻ അവന്റെ കൂടെ ജീവിക്കാം. ഗോവിന്ദരാജ് സാറേ, വന്നേ. റാസ്കൽ, ഇനി നീ ആ പെണ്ണിന്റെ പിന്നാലെ ചുറ്റിത്തിരിയുന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞ അന്ന് നിന്നെ കുഴിച്ചു മൂടും ഞാൻ. നിലാവിനെ അത്രയ്ക്കിഷ്ടാണോ? എന്നെക്കാളും ഇഷ്ടമാണോ? എടി മണ്ടി, എനിക്ക് നീയാണ് നിലാവ്, നിലാവാണ് നീ. അപ്പോ ജീവിതകാലം മുഴുവൻ എന്നെ ദൂരെ വെച്ച് കാണാൻ പോവാണോ? എടാ, എന്തിനാ കുറുകെ വന്നേ? ആരാടാ കുറുക്കെ വന്നേ? എടാ, നീ അരികത്ത് കൂടെ വരാതെ നോക്കി വരാതെ ഞങ്ങളുടെ വീഴ്ചിട്ടിട്ട് ഇപ്പൊ സ്റ്റൈലായി നിന്ന് സംസാരിക്കുന്നു. എന്തിനാ വന്ന് ഇടിച്ച്? ആര് വന്ന് ഇടിച്ചു? ഞാൻ മര്യാദയ്ക്കാ വന്നത്. ആ സൈഡ് ആട്ടോക്കാരൻ വന്നു, ഈ സൈഡ് സ്കൂട്ടർക്കാരൻ വന്നു, നടുക്ക് നിങ്ങൾ വന്ന് എന്നെ വന്ന് ഇടിപ്പിച്ച്. എന്തിനാ കേറി വന്നെന്ന് ചോദിച്ചാ കൈ നീട്ടിയാണോ സംസാരിക്കുന്നത്? ആര് കൈ നീട്ടി സംസാരിച്ചു? ഞാൻ മര്യാദയ്ക്കാ വന്നത്. ആ സൈഡ് ആട്ടോക്കാരൻ വന്നു, ഈ സൈഡ് സ്കൂട്ടർക്കാരൻ വന്ന്, നടുക്ക് നിങ്ങൾ വന്ന് ഇടിച്ചിട്ട് എന്നെ ഒറ്റ അടി വെച്ചല്ലോ. മതി മതി മതി. നമസ്കാരം നേതാവേ. ഇവിടെ എന്താ നടന്നോണ്ടിരിക്കുന്നത്? അതല്ല നേതാവേ, ഞങ്ങൾ നിങ്ങളെ കാണാൻ വേണ്ടി വരുമായിരുന്നു. ശരി. ഇവൻ ഉടനെ എടുത്തു ചാടി നടുവ് കയറി വന്നിട്ട് കഥ പറഞ്ഞോണ്ടിരിക്കുക.
എന്നും പറഞ്ഞ ഒരു ചെറുക്കനെ പബ്ലിക്കായിട്ട് അടിക്കാൻ പോവാന്ന് നീ. ഇവനെ നീ അടിച്ച നാളെ ഇവൻ എനിക്ക് വോട്ട് ചെയ്യോ? നീ തന്നെ പറ. ഇപ്പൊ ഞാൻ ചോദിക്കാം, അനിയ നീ എന്തിനാ കുറുക്ക വന്നേ? ആരാ കുറുക്കെ വന്നേ? പിന്നെങ്ങനെ ഈ സംഭവം നടന്നത്? ഞാൻ മര്യാദയ്ക്കാ വന്നത്. ആ സൈഡ് ആട്ടോക്കാരൻ വന്നു, ഈ സൈഡ് സ്കൂട്ടറുകാരൻ വന്ന്, നടുക്ക് ഇവര് വന്ന്, അതുകൊണ്ട് ഇടിച്ചു. കണ്ടില്ല നേതാവേ? അനിയ നിങ്ങളുടെ വാ സംസാരിക്കുന്നുണ്ട്, എന്റെ ചെവി കേൾക്കുന്നുണ്ട്. പിന്നെന്തിനാ പൊറോട്ട മാസ്റ്റർ ഇങ്ങനെ 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 കാണിക്കുന്നത്? നീ കാണിക്കുന്നത് ആദ്യം കൈ കെട്ട്. ഇനി നീ പറ, എന്തിനാ നീ കുറുക്ക വന്നത്? ആര് കുറുക്കെ വന്നു? ഞാൻ മര്യാദയ്ക്കാ വന്നത്. ആ സൈഡ് ആട്ടോക്കാരൻ വന്നു, ഈ സൈഡ് സ്കൂട്ടർക്കാരൻ വന്നു, നടുക്ക് ഇവര് വന്ന്, അതുകൊണ്ടാണ് ഇടിച്ചത്. ഇവിടെ വൃത്തിയിട്ടാണ് കുളിച്ചിട്ട് എത്ര ദിവസം ഇടാ? ഇങ്ങനെ വന്നു അങ്ങനെ വന്നത് കഷം തുറന്ന് കാണിച്ചോണ്ട് വരുന്നുള്ള ബുദ്ധി ഉണ്ടോ നിനക്ക്? ആക്ഷൻ കാണിക്കാൻ സംസാരിക്കാൻ അറിയില്ല നിനക്ക്? എടാ അവന്റെ കൈയെ പിടിച്ചേ. ഇന്ന് ഇതിനെ പറ്റി അന്വേഷിക്കാതെ ഞാൻ വീട്ടിൽ പോത്തില്ല. ഇപ്പൊ കൈ പിടിച്ചല്ലോ അല്ലേ? ഇനി എന്തോ വെച്ച് കാണിക്കാനാ? ഇനി പറടാ, എന്തിനാ കുറുക്ക വന്നേ? ആര് കുറുക്കെ വന്നു? ഞാൻ മര്യാദയ്ക്കാ വന്നത്. ആ സൈഡ് ആട്ടോക്കാരൻ വന്നു, ഈ സൈഡ് സ്കൂട്ടർക്കാരൻ വന്നു, നടുക്ക് ഇവര് വന്നുകൊണ്ടാണ് ഇടിച്ചത്. ഇവൻ എന്തെങ്കിലും ഒന്ന് കുലുക്കിക്കൊണ്ടേ സംസാരിക്കത്തുള്ളൂ. ഇന്ന് അവന്റെ കുലുക്കൽ ഞാൻ ശരിയാക്കാം. അവന്റെ കാലെ പിടിച്ചേ. ഇപ്പൊ കൈയും പിടിച്ച് കാലും പിടിച്ചു. ഇനി നീ എന്തോ കുലുക്കാനാ? ഇപ്പൊ പറടാ, എന്തിനാ കുറുക്ക വന്നേ? ആര് കുറുക്കെ വന്നാ? ഞാൻ മര്യാദയ്ക്കാ വന്നത്. ആ സൈഡ് ആട്ടോക്കാരൻ വന്നു, ഈ സൈഡ് സ്കൂട്ടർക്കാരൻ വന്നു, നടുക്ക് ഇവര് വന്നുകൊണ്ടാണ് ഇടിച്ചത്. അപ്പൊ നിനക്ക് കുലുങ്ങനെ സംസാരിക്കാൻ അറിയല്ലോ? ഒരെണ്ണം തന്നോണ്ടല്ലോ. അത് ശരിയാണല്ലോ. ആ കൊമ്പിങ് എടുത്തോണ്ട് വന്നേ. എടാ നീ ആ കയറിങ് എടുത്തോണ്ട് വാ. ഇന്ന് ഞാൻ നിന്നെ വെറുതെ വിടത്തില്ല. അവിടെ തന്നെ നിന്നോണം. അവിടോട്ട് വേ. വേഗം കയറെടുത്തോണ്ട് വാ. മുകളിൽ നിന്ന് താഴോട്ട് ടോട്ടൽ പാക്ക് ചെയ്യണോ അവനെ? എടാ കുലുക്കുന്നടമൊക്കെ കെട്ടിയല്ലോ അല്ലേ? കൈ കെട്ടിക്കഴിഞ്ഞു, കാല് കെട്ടിക്കഴിഞ്ഞു, എല്ലാം കെട്ടിക്കഴിഞ്ഞു. ഇനി നീ എന്തു കുലുക്കിയാ സംസാരിക്കുന്നത്? പറടാ, നീ എന്തിനാ കുറുക്ക വന്നത്? ആര് കുറുക്കെ വന്നാ? ഞാൻ മര്യാദയ്ക്കാ വന്നത്. ആ സൈഡ് ആട്ടോക്കാരൻ വന്നു, ഈ സൈഡ് സ്കൂട്ടർക്കാരൻ വന്നു, നടുക്ക് ഇവര് വന്നു, അതുകൊണ്ടാണ് ഇടിച്ചത്. ഞാൻ മര്യാദയ്ക്കാ ഇവിടെ നിന്നാ ശരിയാവത്തില്ല. ഞാൻ ഇതിലേക്കൂടെ പോവാ. ഹലോ, കേട്ടിട്ട് പോ. എടാ മക്കളെ, നീ എന്താ മൂടി പുതച്ച് കിടക്കുന്നേ? ഒന്നുമില്ല മുത്തശ്ശി. ഞാൻ ആ റേഷൻ കാർഡ് എടുക്കാൻ മറന്നു. ഈയിടെയായിട്ട് കണ്ണും ശരിക്ക് പിടിക്കുന്നില്ല. നിന്റെ കൂടെ ആരോ കിടക്കുന്ന പോലെ തോന്നുന്നു. ഇപ്പൊ മുത്തശ്ശി കണ്ടിരുന്ന എന്താവുമായിരുന്നു? വിവാഹം നടക്കുമായിരുന്നു. ഇതിനൊന്നും കുറവില്ല. വീട് ഞാൻ പോട്ടെ. ചൂടായിട്ടൊന്ന് താ, ഞാൻ വിട്ടേക്കാം. അതൊന്നും പറ്റില്ല. ആദ്യം വീട്. എടി, ഒരു ചായയെങ്കിലും ഇട്ട് വന്നിട്ട് പൊയ്ക്കൂടെ നിനക്ക്? മുത്തശ്ശി കണ്ടാ തീർന്നു. മുത്തശ്ശി വരാൻ ഒരുപാട് താമസിക്കും. നീ പോയി ഒന്ന് ഇട്ടേ. ഇത് ഭയങ്കര ശല്യായല്ലോ. എടി കള്ളിപ്പെണ്ണേ, ദേ നോക്ക്. നീ ഇടയ്ക്കിടയ്ക്ക് നടുവിന് വേദനയാന്നും പറഞ്ഞ് ഇങ്ങോട്ട് വരുന്ന ഇതിനാണോ? നിന്റെ ചേട്ടനെങ്ങാനും അറിഞ്ഞാ എന്താകുമെന്നറിയോ? എടാ മച്ചു. അയ്യോ, ഇവനോ? എന്താടി നിനക്ക് ഇടയ്ക്കിടയ്ക്ക് നടുവിന് വേദന വരുന്നേ? സൂക്ഷിച്ചും കണ്ടും ഒക്കെ ജോലി ചെയ്യണ്ടേ മോളെ? എടാ മക്കളെ, നീ ചെന്നൊരു വാകക്കമ്പ് വെട്ടിക്കൊണ്ടു. അതിന്റെ ഒന്നും ആവശ്യമില്ല. ചേട്ടൻ എല്ലാ കാര്യങ്ങളും അറിയാം. കിഴവി, ഇതിനു വേണ്ടിയായിരുന്നു അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്ന. രണ്ടുപേരും കൂടി ഒരുപാട് ചുറ്റി കറങ്ങിയിരിക്കുന്നു. എന്നിട്ടിപ്പോ അത് മറക്കാൻ നോക്ക. വാ ഇങ്ങോട്ട് വാ, കിഴക്ക് നോക്കി നിക്ക. അനിയത്തി, നീ പോയി ആ തളിക എടുത്തിട്ട് വന്നേ. ഇതൊക്കെ എനിക്ക് എന്തിനാ? എനിക്ക് പിന്നെ ആരാ ഉള്ളത്? നിങ്ങൾ മാത്രമേ ഉള്ളൂ മുത്തശ്ശി. ഇതേ പിടിച്ചേ. പക്ഷേ 2 റോസ് മിൽക്ക്. എനിക്ക് റോസ് മിൽക്ക് ഇഷ്ടമെന്ന് എങ്ങനെ അറിയാം? നിനക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇഷ്ടമുണ്ടോ അതെല്ലാം എനിക്കറിയാം. പിന്നെ നിനക്ക് ചുടക്കിടുന്ന ഇഷ്ടമല്ലേ? ഇല്ലല്ലോ, എനിക്കിഷ്ടമല്ല. ഇപ്പൊ ഇഷ്ടപ്പെടും, നോക്കൂ. എനിക്ക് വേദനിക്കുന്നു. വിട്. എന്തിനാ നിങ്ങളിപ്പോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഇതിനെ ഇങ്ങനെ പേടിച്ച ഇപ്പൊ നോക്ക്.
നിക്ക് നിക്ക് നിക്ക്. നിങ്ങൾ എന്താ കണ്ടിട്ട് വെറുതെ ഇങ്ങി പോന്നോ? ഇത്രയും വർഷത്തിനുള്ളിൽ അവൾ എൻ്റെ അടുത്ത് പോലും ഇതുപോലെ ചിരിച്ച് സംസാരിച്ചിട്ടില്ല. അവിടെ മുഖത്ത് അത്രയ്ക്കൊരു സന്തോഷം ഞാൻ കണ്ടു. അവനും ബന്ധത്തിലുള്ളൊരു പയ്യനല്ലേ, നല്ല സ്വഭാവമുള്ളൊരു പയ്യൻ. പിന്നുള്ളത് മിലിറ്ററിയിലാ ജോലി ചെയ്യുന്നേ. ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. കല്യാണത്തിന് ശേഷവും ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അത് പറ്റില്ലെന്ന് തോന്നുന്നു. ശരി, അവർക്കൊരു നല്ല ജീവിതം ഉണ്ടെങ്കിൽ അത് നമുക്ക് നല്ലതല്ലേ? ഇതിനൊന്നും ഒരു കുറവുമില്ല. സ്റ്റേഷനിൽ വെച്ച് എന്താ പുഴുങ്ങി തിന്നുവാണോ നീ? തന്നെ എന്തിനാണോ ഈ നാട്ടിലേക്ക് കെട്ടിക്കൊണ്ടുവന്നത്? മൊത്തവും മോഷണമാണല്ലോ ഇവിടെ. നിനക്കവരെ കൺട്രോൾ ചെയ്തൂടെ? നീയൊന്നും കൺട്രോൾ ചെയ്ത പോലെ കാണുന്നില്ലല്ലോ. എന്തേ മോട്ടിക്കുന്നതിൽ കളവ് വല്ലതും പറ്റുന്നുണ്ടോ? സാർ, എന്താന്നാടോ സാറ്? അവിടെ കയറി ഇവിടെ കയറി ഇപ്പൊ കലക്ടറുടെ വീട്ടിലാണ് കൈവച്ചിരിക്കുന്നത്. അവിടെയുള്ള ഡ്യൂട്ടി പോലീസുകാരനെയും കൊന്നിരിക്കുക. എടുത്തോണ്ട് പോടോ. കഴിവില്ലാത്തവനൊക്കെയാ പോലീസ് ഡ്യൂട്ടിക്ക് വന്നിരിക്കുന്നത്. എടാ, ലീവ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാനുണ്ട്. ഞാൻ പോയിട്ടെ. ശരി പെട്ടെന്ന് മച്ചു, വന്നേക്കാം. നീ പോയിട്ട് വാ. സത്യമായിട്ട് എനിക്ക് ഒന്നും അറിയില്ല ചേട്ടാ. ഞാൻ ഇതൊക്കെ എപ്പോഴും നിർത്തിയതാണ്. ആരാടാ നിന്റെ ചേട്ടൻ? എന്താ വണ്ടി കേട്ടോ.
എന്താടാ മോനെ, സുഖമാണോ? ആ സുഖം തന്നെ. എന്റെ പെങ്ങളെ, അവസാനം നിന്റെ ജീവിതം ഞാൻ തന്നെ ഇല്ലാതെയാക്കിയല്ലോടി. ഹലോ, കാര്യം എന്താണെന്ന് വെച്ചാ പറയൂ. പറഞ്ഞോ. അങ്ങനെയാണോ? ശരി, ഞാൻ പറഞ്ഞേക്കാം. ഓക്കെ ഓക്കെ. സാറേ, ശങ്കരൻകോയിൽ കോർട്ടില് ഗോപാലന്റെ അളിയൻ മാടസ്വാമിയും അവന്റെ കൂടെ രണ്ടുപേരും കുറ്റം സമ്മതിച്ച് സറണ്ടർ ആയിരുന്നു. മാടസ്വാമിയാണ് അവന്റെ അനിയത്തിയുടെ കല്യാണത്തിന് വേണ്ടി മോഷ്ടിക്കാൻ പോയത്. അവരാണ് ആ പോലീസുകാരനെയും കൊന്നിരിക്കുന്നത്. അന്വേഷിച്ച് നോക്കിയാൽ ഗോപാലന്റെ പേരിൽ ഒരു തെറ്റുമില്ലെന്നാ പറയുന്നത്. ആ സെൽഫോൺ എന്തോ ഗോപാലന്റെ തന്നെയാണ്, പക്ഷെ അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് മാടസ്വാമിയാണ്. സാർ കുറച്ച് ക്ഷമിക്കാമായിരുന്നു. എനിക്കൊന്നും അറിയില്ല ചേട്ടാ, ഞാൻ ഇതൊക്കെ എപ്പോഴും വിട്ടതാണ്. ആരാടാ ചേട്ടൻ? അയ്യോ, ശ്വാസം നിന്ന് പോയല്ലോ. ആരെങ്കിലും വേഗം ഒന്ന് മുളകോട്ട് കൊണ്ടുവന്നേ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞത് നീയൊക്കെ ഒരു മനുഷ്യനാ? എല്ലാം മതിയാക്കി മര്യാദയ്ക്ക് ജീവിച്ചോണ്ടിരുന്ന ഒരുത്തനെ കൊന്നു കളഞ്ഞല്ലോടാ. അവൻ ആരുമില്ലെന്ന് വിചാരിച്ചോ നീ? ഞാനുണ്ടാ അവന്. നിന്റെ മേൽ കേസിട്ട് നിന്റെ ഈ തൊപ്പി ഞാൻ തെറിപ്പിച്ചിരിക്കൂടാ. ജീവന്റെ വേദന എടുക്കുമ്പോ മനസ്സിലാവില്ലടാ, പോകുമ്പോ മാത്രമേ മനസ്സിലാവൂ. ഇതിനെല്ലാത്തിനും നീ ഒരു ദിവസം അനുഭവിക്കടാ. നിന്റെ കല്യാണം നടന്നു കാണാനായി ചെയ്യാത്ത വഴിപാടുകളില്ല, നേർച്ചകളില്ല. ദയവായിട്ട് ആ പെണ്ണിനെ ഇങ്ങോട്ട് അയച്ചത്. എല്ലാം ഒത്തുവരുന്ന നേരത്തെ ഇങ്ങനെ ആയിപ്പോയല്ലോ. അത്രക്ക് എന്താടാ നിനക്ക് ദേഷ്യം? ദേഷ്യപ്പെടാതെ അവന് പോയി ഞാനൊരു ഉമ്മ കൊടുക്കട്ടെ? വിചാരണ എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയി അടിച്ചു കൊന്നിരിക്കുക. ഇതൊക്കെ കണ്ടിട്ട് ഞാനെന്താ കൈയും കെട്ടി നിൽക്കണോ? ഞാൻ പറഞ്ഞ ഒറ്റ വാക്കിന് വേണ്ടി അവൻ എല്ലാം കളഞ്ഞിട്ട് നല്ലവനായിട്ടല്ലേ ജീവിച്ചു പോകുന്നത്? അവൻ നന്നായത് നിനക്കും എനിക്കും അല്ലേ അറിയൂ. പോലീസുകാർക്ക് അവൻ ഇപ്പോഴും കള്ളനല്ലേ. ഉപ്പ് തിന്നവൻ വെള്ളം കുടിച്ചേ തീരൂ. എട്ടും മുട്ടും ആലോചിക്കാതെ നീ ഓരോന്നങ്ങ് ചെയ്തു. നാളെ എന്തും പറഞ്ഞോണ്ടാ ഞാൻ അവന്റെ വീട്ടിൽ ചെന്ന് പെണ്ണ് ചോദിക്കുക? മുത്തച്ഛക്ക് എന്താ ഇപ്പൊ എന്റെ കല്യാണമാണോ വലുത്? എടാ, നീ എന്താടാ പറയുന്നേ? നീ കഴിഞ്ഞ കഥയാ പറയുന്നേ.
ഞാൻ നടക്കാൻ പോകുന്നതിനെ പറ്റി പറയാ. ആ കുട്ടിയെ കുറിച്ച് നീ ഒന്ന് ആലോചിച്ച് നോക്കിയോ? നിങ്ങൾ ഒരു നിമിഷം ആലോചിച്ചിരുന്നെങ്കിൽ അത്രയും പേരുടെ മുമ്പിൽ വെച്ച് എന്റെ ചേട്ടനെ അപമാനിക്കില്ലായിരുന്നു. ഇങ്ങ നോക്ക്, കുഞ്ഞുനാൾ മുതൽ അവൻ എന്റെ ഒപ്പം ഉണ്ടായിരുന്നു. അവന്റെ ചലനമറ്റ ശരീരം കണ്ടപ്പോ ഞാൻ എത്ര വേദനിച്ചെന്നറിയോ? എന്താ അവന്റെ ഭാര്യ എന്ത് തെറ്റ് ചെയ്തു? അവക്ക് നിന്റെ പ്രായമല്ലേ? താലി കെട്ടിയതിന്റെ അന്ന് തന്നെ താലി അഴിച്ചു കളഞ്ഞില്ല അവള്. ഞാൻ ഒന്ന് പറഞ്ഞേക്കാം, ഇത്രയൊക്കെ സംഭവിച്ചതിന് ശേഷം നിന്റെ ചേട്ടൻ ഈ വിവാഹത്തിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നോട് വിശ്വാസം ഉണ്ടെങ്കിൽ നീ എന്റെ കൂടെ വാ. എന്നെ കുറിച്ച് നിങ്ങൾ എന്താ കരുതിയത്? കുട്ടിക്കാലം മുതല് എന്റെ അച്ഛന്റെ അമ്മയുടെ മുഖം പോലും ഞാൻ കണ്ടിട്ടില്ല. എനിക്കെല്ലാം എന്റെ ചേട്ടനാ. അപ്പൊ എനിക്ക് ഒരു പ്രാധാന്യമില്ലേ? രണ്ടുപേരിൽ ആരാ പ്രധാനം എന്ന് ചോദിച്ചാ ഞാൻ എന്ത് ഉത്തരവാ പറയേണ്ടത്? എന്റെ ചേട്ടൻ ഒരു ദേഷ്യക്കാരനാ. പക്ഷെ എന്റെ കാര്യം വരുമ്പോ എന്റെ സന്തോഷം മാത്രമേ നോക്കത്തുള്ളൂ. എന്റെ ചേട്ടനെ എനിക്ക് വിശ്വാസമുണ്ട്. നിങ്ങൾ വിഷമിക്കാതെ പോയിട്ട് വരൂ. നീ പറയുന്നതൊക്കെ ശരിയാ മരുമോനെ. അന്ന് ഞങ്ങളായിട്ട് വന്ന് നിന്റെ അടുത്ത് ചോദിച്ചപ്പോ നീ മുഖത്തടിച്ചതുപോലെയല്ലേ പറഞ്ഞത്. ഇന്നാണെങ്കിൽ നീ വീട് കയറി വന്ന് ചോദിക്കുന്നു. ഇനി നിന്റെ ഈ വാക്കൊന്നും മാറൂലല്ലോ. ചിറ്റപ്പ, നല്ലതുപോലെ ആലോചിച്ചായി തീരുമാനത്തിൽ ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പച്ചി പറഞ്ഞതുപോലെ ബന്ധം വിട്ടുപോകരുതെന്ന് എനിക്കും ഒരു ആഗ്രഹമുണ്ട്. ചേട്ടാ, അവളുടെ കല്യാണത്തിന് എന്താ ഇത്ര ധൃതി? എന്ത് എപ്പോ ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്കും ഒരു മര്യാദയൊക്കെ ഉണ്ട്. നാട്ടിലുള്ള ജനങ്ങൾ എന്നെ നോക്കി ചിരിക്കുന്ന ലെവലിലോട്ട് കൊണ്ടെത്തിക്കരുത്. എന്റെ പെങ്ങൾ ഒരുത്തന്റെ കൂടെ ഓടിപ്പോയിന്ന് 4 പേര് പറയുന്ന സമയത്തുണ്ടല്ലോ, പിന്നെ നമ്മളാരും ജീവനോട് ഇരുന്നിട്ട് കാര്യമില്ല. The mobile number you have dialed is currently not reachable. Please try again later. എടി ഒന്ന് ഇങ്ങോട്ട് വന്നേ. വരൂ മരുമോനെ. അമ്മായിക്ക് സുഖതനല്ലേ? ഇത് ദൈവത്തിന് മുമ്പിൽ കൊണ്ടുപോയി ആ വെച്ചു. ശരി മരുമോനെ ഇരിക്ക്. അതായത് എന്റെ പൊന്നു മോനെ, നാട്ടിലുള്ളവരൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ പലതും പറഞ്ഞതിരിക്കും. അതായത് നമ്മുടെ അളിയൻ അതിനെക്കുറിച്ച് വലുതായിട്ടൊന്നും കാര്യമാക്കിയിട്ടില്ലെന്ന് തന്നെ വെച്ചോ. അതായത് നാളെ വല്ല തെറ്റുകളും സംഭവിക്കുകയാണെങ്കിൽ തന്നെ പിന്നെ ഈ നാട്ടിലാർക്കും തല ഉയർത്തി നടക്കാൻ പറ്റില്ല. അവനോട് ഫോൺ ചെയ്ത് വരാൻ പറ. ഇത് നോക്ക് മോളെ, നിന്നെ ഇത്രയും കാലം എന്റെ നാത്തൂനായി ഞാൻ കണ്ടിട്ടേയില്ല. എന്റെ മൂത്ത മകളായിട്ടാ കരുതിയിരിക്കുന്നത്. എനിക്കും അവനോട് ദേഷ്യം ഇല്ലാഞ്ഞിട്ടല്ല. സ്വന്തം ഭർത്താവിനെ അടിച്ചവനെ ലോകത്തുള്ള ഏതെങ്കിലും ഭാര്യ ഇഷ്ടപ്പെടുവോ? ഇവിടെ സ്നേഹത്തെക്കാളും അന്തസ്സാണ് എല്ലാവർക്കും വലുതായി തോന്നുന്നത്. പക്ഷെ നിന്നെ ഈ സ്ഥിതിയിൽ കാണാൻ എനിക്ക് സഹിക്കുന്നില്ല മോളെ. നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം നടത്തണമെന്ന്
അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ആരെങ്കിലും കരുതിയിരുന്നോ? അവനോട് വന്ന് നിന്റെ ചേട്ടനോട് സംസാരിക്കാൻ പറ, എല്ലാം ശരിയാകും. മോളെ സംസാരിക്കേ. ആ പറഞ്ഞു. തങ്ങ സംസാരിക്കേ. എന്താ എന്താ പറ. നീ കരയാതെ കാര്യം എന്താന്ന് വെച്ചാ പറ. നീ എന്തിനാ കരയുന്നത്? ഒന്ന് പറ. എന്താ എന്താ കാര്യം പറ. മുള്ളി നീ എന്തിനാ കരയുന്നത്? ഹലോ, ചേട്ടാ, എന്താണ് സംഭവിച്ചത്? എന്താണ് എന്താ സംഭവിച്ചെന്ന് പറ. എന്തിനാണ് ഇങ്ങനെ കരഞ്ഞു? എല്ലാം നാശമായി പോയി ചേട്ടാ. ഇൻസ്പെക്ടർ ഇങ്ങനെ ചെയ്യുന്ന ഒരിക്കലും കരുതിയില്ല ചേട്ടാ. എന്താന്ന് പറ. മോളെ സംസാരിക്കേ. ചേട്ടൻ വരുന്നു, കണ്ടു തുടക്കേ. ഇവക്ക് എന്താ സംഭവിച്ചത്? പറഞ്ഞു വരുന്നത് ഓരോ കാര്യവും അതാത് സമയത്ത് ചെയ്താലല്ലേ ഗുണമുണ്ടാവും. മോളെ എന്താണെങ്കിലും നീ പറഞ്ഞോ, ഞാൻ ഉടൻ തന്നെ ഇവിടുന്ന് വന്നേക്കാം. അതെ, അവളെ എന്തിനാ തല്ലുന്നത്? ഞാൻ അവളോട് ഫോൺ ചെയ്യാൻ പറഞ്ഞത്. എവിടുന്നാണ് നിനക്ക് ഇത്രയും ധൈര്യം വന്നത്? അവന്റെ ജീവിതം തന്നെ ഇല്ലാക്കിയല്ലോ ചേട്ടാ.
ഇനി ഏത് ജന്മത്തിലാണ് നമ്മൾ വീണ്ടും കാണാൻ പോവാ? എവിടെ നിന്ന് കിട്ടി നിനക്ക് ഇത്രയും ധൈര്യം? ചേച്ചി ചേച്ചി അച്ഛാ ചേച്ചി എഴുന്നേക്ക് ചേച്ചി 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 ചേച്ചിക്ക് എന്ത് പറ്റി അച്ഛാ? തങ്കം, തങ്കം ഈ ചേട്ടനെ ഒന്ന് നോക്കിയേ. എന്താ അച്ഛാ മിണ്ടാത്തെ? മോളെ ദേഷ്യം വന്നോണ്ട് ഞാൻ അടിച്ചതാ. തങ്കം, തങ്കം ഈ ചേട്ടനോട് നീ ക്ഷമിക്കണം. തങ്കം, തങ്കം മോളെ. മോളെ ഈ ചേട്ടനെ കണ്ണു തുറന്ന് നോക്കടി, നോക്കടി. അവനാരാ? അന്യാർത്ഥക്കാരനൊന്നും അല്ലല്ലോ, നമ്മുടെ സ്വന്തമല്ലേ. പിന്നെന്താ, മിലിറ്ററിയിലാ ഉള്ളത്, അത് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. എത്രയ്ക്കായാലും എന്റെ പെങ്ങളുടെ സന്തോഷമോ എനിക്ക് പ്രധാനം. മോളെ, ഇന്ന് കുടിച്ചോടി റോസ് മിൽക്ക്. എവിടുന്ന് കിട്ടിയ നിനക്ക് ഇത്രയ്ക്ക് ധൈര്യം? നിലാവിനെ അത്രയ്ക്ക് ഇഷ്ടമാണോ? എന്നെക്കാളും ഇഷ്ടമാണോ? എടി മണ്ടി പെണ്ണെ, എനിക്ക് നീയാണ് നിലാവ്, നിലാവാണ് നീ. അപ്പോ ജീവിതകാലം മുഴുവൻ എന്നെ ദൂരെ നിന്ന് കാണാൻ പോവാണോ?